ആദരണീയായ സജന ടീച്ചർ, പ്രിയപ്പെട്ട ശശി മാഷ്, ഡിക്രൂസ് മാഷ്, എൻ്റെ സഹോദരി പുത്രി കൂടിയായ നിങ്ങളുടെ അധ്യാപിക ഡോക്ടർ ശ്രീദേവി അടക്കം മലയാള പൈതൃക പഠനമല്ലേ ശരി സംസ്കാര പൈതൃക പഠനത്തിലെ വിദ്യാർത്ഥികൾ, മറ്റ് ശാഖകളിലെ വിദ്യാർത്ഥികൾ അടക്കമുള്ള എല്ലാവർക്കും നമസ്കാരം. നേരത്തെ സജന ടീച്ചർ സൂചിപ്പിച്ചതുപോലെ മലയാളം സർവകലാശാല എനിക്കൊരു അന്യസ്ഥലമല്ല. ഇത് തുടങ്ങിയത് നവംബർ 1-നാണ് ഉദ്ഘാടനം. തുഞ്ചൻ പറമ്പ് ആയിട്ട് ബന്ധപ്പെട്ടാണ് വാസ്തവത്തിൽ സർവകലാശാല ഇവിടെ വരുന്നതൊരർത്ഥത്തിൽ. കേരളത്തിലെവിടെയും മലയാളം സർവകലാശാല ആകാവുന്നതാണ്. പക്ഷേ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ പേരിൽ ആണ് എന്നുള്ളത് കൊണ്ടും തുഞ്ചൻ പറമ്പ് ഇവിടെ സജീവമായ ഒരു സാംസ്കാരിക കേന്ദ്രമായി MTയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് കൊണ്ടും ആണ് തിരൂർ അതിൻ്റെ ഒരു കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പം അതിൻ്റെ ആ ഘട്ടത്തിൽ മുതൽക്ക് ഈ സർവകലാശാലയുടെ പിറവിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആളുകളുടെ ഒരാളാണ്. ജയകുമാർ സാറിൻ്റെ വളരെ ദീർഘവർഷത്തെ ജ്യേഷ്ഠസ്ഥാനീയനായ സുഹൃത്ത് ആണ്. ആ നിലയ്ക്കും MT ഉള്ള കാലത്താണ് ഇതിൻ്റെ ആദ്യ ചർച്ചകളും പലതും നടന്നത്, മമ്മൂട്ടി MLA ആയിരുന്ന കാലത്ത്. അപ്പം അങ്ങനൊരു വലിയ ഘട്ടം തൊട്ട് സർവകലാശാലയുടെ വികാസം പിച്ച വെച്ച് നടക്കുന്നത് മുതൽക്ക് ഇങ്ങനെ കണ്ടുവരുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് പലതവണ ഇവിടെ വന്നിട്ടുണ്ട്. പൊതുസഭയിലുണ്ടായിരുന്നതുകൊണ്ട് മീറ്റിങ്ങുകൾക്ക് വരും. അപ്പോഴാണ് ശശി മാഷ് ഒരു വരം ചോദിക്കുന്നത് പോലെ ഇങ്ങനൊരു വിഷയം, സാധാരണഗതിയിൽ ഒരു സർവകലാശാലയിൽ ചലച്ചിത്രഗാനത്തോട് ബന്ധപ്പെടുത്തിയൊരു വിഷയം സംസാരിക്കാൻ സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഇവിടെ ആയതുകൊണ്ട്, മലയാളം സർവകലാശാല ആയതുകൊണ്ടും സംസ്കാര പൈതൃക പഠനത്തിൻ്റെ ഭാഗമാണ് ഇന്ന് നമ്മുടെ ചലച്ചിത്രഗാന സംസ്കാരം എന്നുള്ളത് കൊണ്ടും ഒരു സവിശേഷമായ അന്വേഷണത്തിന് സാധ്യതയുണ്ട്. അപ്പോൾ ഞാനതിനെക്കുറിച്ച് അങ്ങനെ ഒരു അക്കാഡമിക് ചിട്ടവട്ടങ്ങൾക്കനുസരിച്ചിട്ടല്ല സംസാരിക്കുന്നത്. പൊതുവിൽ നമ്മുടെ സംസ്കാര പൈതൃകത്തിൽ ഗാനശാഖയുടെ ഒരു സ്ഥാനം എന്താണ്? എല്ലാ സംസ്കാരങ്ങളിലും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ആ സംസ്കാരത്തെ രൂപീകരിക്കുന്ന പൊതുഗാന സംസ്കാരം. ഏത് സംസ്കാരം എടുത്തു നോക്കിയാലും അതിനൊരു നാട്ടുഗാനങ്ങളുടെ, നാടോടി ഗാനങ്ങളുടെ, ജനസംസ്കാര ഗാനങ്ങളുടെ ഒരു നീണ്ട പൈതൃകം ഉണ്ടാകും. ഒരുപക്ഷെ ഭാഷ ഉണ്ടാകുന്നത് തന്നെ നാട്ടുകഥകളിൽ നിന്നും നാട്ടുപാട്ടുകളിൽ നിന്നുമാണ്. കവിതയെ സംബന്ധിച്ച് വിശേഷിച്ചും കവിതയ്ക്ക് ആദ്യ രൂപം പാട്ടായിരുന്നു. നമ്മളിന്നിപ്പോൾ കവിത ആലപിക്കാമോ എന്നതിനെക്കുറിച്ചൊക്കെ ഗുരുതരമായ തർക്കങ്ങൾ നടക്കുന്നൊരു കാലമാണ്. താളം കവിതയ്ക്ക് വേണോ, അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പക്ഷേ മലയാള കവിതയുടെ ഒരു ദീർഘകാല ചരിത്രം ഗാനാത്മകമാണ്, പാട്ടുകളിലൂടെയാണ് ഉണ്ടായി വന്നത്. എത്രയോ നാട്ടുപാട്ടുകൾ, നാടോടിപ്പാട്ടുകൾ, ജനസംസ്കാര ഗാനങ്ങൾ, ഇങ്ങനെ നീണ്ടു പരന്നു കിടക്കുന്നൊരു വലിയ പൈതൃകം മലയാളത്തിനുണ്ട്. അതെന്തുകൊണ്ടോ നമ്മുടെ അക്കാദമിക് പഠനങ്ങൾ പോലും വേണ്ടത്ര ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടില്ലാത്തൊരു മേഖലയാണ്. MV വിഷ്ണുനമ്പൂതിരിയെ പോലെ ചില ആളുകൾ മാത്രമാണ് ഈ നാടോടിപ്പാട്ടുകൾ, നമ്മുടെ നാടോടിപ്പാട്ടുകൾ ശേഖരിച്ചത് തന്നെ നമ്മളല്ല. വടക്കം പാട്ടുകൾ മുഴുവൻ ശേഖരിച്ചത് ഗുണ്ടർട്ടും പേഴ്സി മക്യൂനും അടക്കമുള്ള വിദേശ പണ്ഡിതരാണ്. ഗുണ്ടർട്ടും പേഴ്സി മക്യൂനും ഡയസും കൂടി ശേഖരിച്ച 24 വടക്കം പാട്ടുകളാണ് ആകെ നമുക്ക് ദീർഘകാലം വടക്കം പാട്ടുകളായിട്ടുണ്ടായിരുന്നത്. പിന്നെയാണ് ഈ TH കുഞ്ഞിരാമൻ നമ്പ്യാരെ പോലുള്ള ആളുകൾക്ക് അന്വേഷണം നടത്തിയത്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഒരു സമ്പന്നമായ നാട്ടുപാട്ട് പാരമ്പര്യം എഴുത്തച്ഛനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നീണ്ടു കിടക്കുകയാണ്. രാമചരിതകാലിൻ്റെ കാലത്തും നിരണം പണിക്കന്മാരുടെ കാലത്തുമൊക്കെ ആ ചെന്തമിഴ് കലർന്ന ഒരു ദ്രാവിഡ പാട്ടുവഴക്കം നമ്മുടെ കവിതയുടെ അന്തർബലമായിരുന്നു. നിരണം പണിക്കന്മാരുടെ, മാധവ പണിക്കരുടെയൊക്കെ ഭഗവത്ഗീത പരിഭാഷയിൽ പോലും ഈ നാട്ടുപാട്ടിൻ്റെ ഒരു വഴക്കം നമുക്ക് കാണാം. ഈ നാട്ടുപാട്ട് വഴക്കങ്ങൾക്ക് ചെന്തമിഴുമായിട്ട് ബന്ധമുണ്ടായിരുന്നു, അറബി മലയാളമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ കിടന്ന ഈ പാട്ടുവഴക്കങ്ങൾക്ക് സംഭവിച്ചൊരു വലിയ ദുരന്തം, അല്ലെങ്കിൽ ഒരു കാരണം പഠിക്കപ്പെടാതിരിക്കാൻ, അത് ജാതിപ്പാട്ടുകളും മതപ്പാട്ടുകളുമായിട്ടാണ് വർഗീകരിക്കപ്പെട്ട് കിടന്നത്. കേരളീയ നവോത്ഥാനം വരെയെങ്കിലും, നവോത്ഥാനത്തിന് ശേഷവും ദീർഘകാലം നമ്മുടെ നാടോടിപ്പാട്ട് വഴക്കങ്ങളൊക്കെ പുലയപ്പാട്ട്, ചെറുമപ്പാട്ട്, പുള്ളുവപ്പാട്ട്, കുറത്തിപ്പാട്ട്, ബ്രാഹ്മണിപ്പാട്ട്, നായാടിപ്പാട്ട്, മാപ്പിളപ്പാട്ട് എന്നിങ്ങനെ വേർതിരിച്ച ജാതീയമായ പാട്ടുകളായിരുന്നു. പരസ്പരം കേട്ടുകൂടാൻ പാടില്ലാത്ത, പരസ്പരം തൊടാൻ പാടില്ലാത്ത കമ്പാർട്ട്മെൻറ്റുകളിൽ ഈ പാട്ടുകൾ അകപ്പെട്ടു. അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് പൊതുവായ ഒരു സംഗീത പാരമ്പര്യം
വളരെ വൈകിയാണ് ഉണ്ടായിട്ടുള്ളത്. സത്യത്തിൽ മറ്റു പല സമൂഹത്തിനുണ്ട്. ഇപ്പോൾ ബംഗാളികൾക്ക് രവീന്ദ്ര സംഗീതം എന്നതുപോലെ നമുക്കൊരു പാട്ട് പാരമ്പര്യം അങ്ങനെ പറയാനില്ല. നവോത്ഥാന കാലത്ത് പോലുമില്ല. നവോത്ഥാനത്തിൻ്റെ നായകന്മാരാരും പാട്ടുകാരായിരുന്നില്ല. കഷ്ടിച്ച് പൊയ്കയിൽ അപ്പച്ചൻ മാത്രമാണ് ഈ പാട്ടുവഴക്കങ്ങളിലൂടെ നവോത്ഥാനാശയങ്ങളെ പ്രചരിപ്പിച്ചത്. പൊയ്കയിൽ യോഹന്നാൻ എന്നറിയപ്പെടുന്ന പൊയ്കയിൽ അപ്പച്ചൻ്റെ ചില പാട്ടുകളാണ് പാട്ടുരൂപത്തിൽ വന്നിട്ടുള്ളത്. ശ്രീനാരായണ ഗുരു പാട്ടെഴുതിയിട്ടുള്ള ആളല്ല. അദ്ദേഹത്തിൻ്റെ കൃതികളൊക്കെ ഗൗരവമുള്ള ആത്മീയ കൃതികളാണ്. അതിൻ്റെ മറ്റു വികാസങ്ങളാണ്. അപ്പോൾ ആ കാലത്തും സത്യത്തിൽ ഈ പാട്ടുവഴികൾ എല്ലാവർക്കുമായിട്ട് കിട്ടിയില്ല. പിന്നീടാണ് നവോത്ഥാനാനന്തര കലാ സാംസ്കാരിക ചലനങ്ങൾ. ചരിത്രം മുഴുവൊന്നും പറയാതെ ഈ സന്ദർഭത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് വരികയാണ്. നവോത്ഥാനാനന്തര കലാ സാംസ്കാരിക ചലനങ്ങളുടെ കാലത്താണ് മലയാളികൾക്ക് മുഴുവൻ പാടാവുന്ന ഒരു പാട്ട് സംസ്കാരം രൂപപ്പെട്ടു വന്നത്. അത് കലാസമിതി പ്രസ്ഥാനങ്ങളിലൂടെയും നാടക പ്രസ്ഥാനങ്ങളിലൂടെയും ആരംഭിച്ച് ചലച്ചിത്രങ്ങളിലൂടെയാണ് വികസിച്ചത്. അപ്പോൾ ഇന്ന് നമുക്ക് മലയാളികളുടെ പൊതുഗാന സമ്പത്ത് എന്ന് പറഞ്ഞാൽ നാടകഗാനങ്ങളും ചലച്ചിത്ര ഗാനങ്ങളുമാണ്. മറ്റുള്ളത് നമ്മുടെ പൊതുസമ്പത്തായിട്ട് പറയാൻ പറ്റില്ല. പാണപ്പാട്ടുകൾ ഒരു പൊതുസമ്പത്തായിട്ട് ഇപ്പോഴും അംഗീകരിക്കുന്നില്ല. ഇന്നിപ്പം വേടന് അവാർഡ് കൊടുത്തതിനെക്കുറിച്ച് വലിയ ആശയക്കുഴപ്പം നിൽക്കുകയാണ്. കാരണം അയാൾ പ്രതിനിധാനം ചെയ്യുന്ന പാട്ട് ആരുടെയാണ്, ഒരു പൊതുബോധമണ്ഡലത്തിലെ ആണോ എന്ന് ഇപ്പോഴും ബുദ്ധിജീവികൾ പരസ്പരം തർക്കിക്കുന്നൊരു കാലത്ത് ഈ ജാതിപ്പാട്ടുകളായി വേർതിരിച്ച് കിടന്ന പാട്ടുകളെ ഏകീകരിച്ച് മലയാള പൈതൃകത്തിൻ്റെ പാട്ടുകളാക്കി മാറ്റിയ സുപ്രധാനമായ ഒരു വളർച്ചയും വികാസവും സാംസ്കാരിക വികാസം എന്ന നിലയിൽ തന്നെ വളരെ അടയാളപ്പെടുത്തപ്പെട്ടൊരു വികാസമാണ് നാടക ചലച്ചിത്ര ഗാനങ്ങളിലുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു സാമാന്യമായ കാര്യം, അതിൽ പിന്നിലേക്ക് ഒരുപാട് ചരിത്രങ്ങൾ അന്വേഷിച്ചു പോകാനുണ്ട്. നമ്മളുടെ സത്യത്തിൽ എഴുത്തച്ഛൻ തന്നെ കിളിപ്പാട്ടാണ്, കവിതയല്ല, കാവ്യം എന്ന നിലയ്ക്കല്ല പറഞ്ഞിട്ടുള്ളത്, കിളിപ്പാട്ട് എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഗണകകവിയുടെ പഴയ ചന്ദനത്തണലൂടെ മന്ദമാരുതമേറ്റ് ഇന്ദിശ പാടി വരും സുന്ദരി കിളിപ്പെണ്ണെ എന്ന ഒരു കവിതയിൽ നിന്നാണ് ആ കിളിപ്പാട്ട് എന്നൊരു കൺസെപ്റ്റ് എഴുത്തച്ഛൻ സ്വീകരിക്കുന്നത് എന്ന് സാമാന്യനെ പറയാറുണ്ട്. കിളിയെ കൊണ്ട് പാടിക്കുക. അപ്പോൾ കാകളിയൊക്കെ രൂപപ്പെടുന്നതിന് ഈ ഗണകകവിയുടെ പാട്ടുകൾ, അക്കാലത്തെ പല നാട്ടുപാട്ടുകളും അത് ഉപയോഗിച്ചിട്ടുണ്ട്. മലയാള വൃത്തങ്ങൾ രൂപപ്പെട്ടതിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ തന്നെ ഈ നാട്ടുപാട്ടുകളുടെയൊക്കെ ഒരു പശ്ചാത്തലമുണ്ട്. അത് വികസിച്ചില്ല എന്നേ ഉള്ളൂ. ഇപ്പം കുറത്തിപ്പാട്ട് എന്നറിയപ്പെടുന്ന അതിപ്രശസ്തമായൊരു പാട്ടുവഴക്കം എല്ലാ സമുദായ പാട്ടുകളും ആ കുറത്തി വഴക്കത്തിലുണ്ട്. കുറത്തി വൃത്തം വളരെ പഴയൊരു വൃത്തമാണ്. ശ്രീഭുവനം നാടുതോറും നാടു നല്ല ദേശം, കന്നിമുന്നം നാട്ടിലെ പിറന്നൊരു കുറത്തി, വിഷ്ണുവിങ്കൽ ഭക്തിയോടെ വിശ്വസിച്ചോരു തൻ ഭക്തനായ നൽകുറവൻ വേട്ടുകൊണ്ടവളെ എന്നിങ്ങനെയുള്ള അത് പല രീതിയിൽ പാടാവുന്നതാണ്. ഏകചക്രനെന്നുള്ളൊരു ബാലനും പിറന്നു, അന്നൊരു നാളക്കുറവൻ അക്കുറത്തി തന്നെ, ഭംഗിയിൽ വിളിച്ചരികിൽ ചേർത്തു നിർത്തി ചൊല്ലി. പല രീതിയിൽ വിടർത്താവുന്ന ഒരു പാട്ടുവഴക്കാണ്. ആ പാട്ടുവഴക്കങ്ങൾ ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ്, ആമുഖമായിട്ട് അത്രയും സൂചിപ്പിക്കുന്നു എന്നുള്ള. ആ പാട്ടുവഴക്കത്തിലാണ് ചിച്ചിലെന്നും ചിലച്ചിലെന്നും കാൽപദത്തിൻ്റോശ, ഓശ കേട്ടി മാമലിയാർ പിന്തിരിഞ്ഞ് നോക്കി. വളരെ പഴയൊരു മാപ്പിളപ്പാട്ടാണ്. പക്ഷെ അതങ്ങനെയല്ല ചൊല്ലാറുള്ളത്. ചിച്ചിലെന്നും ചിലച്ചിലെന്നും കാൽപദത്തിൻ്റോശ, ഓശ കേട്ടി മാമലിയാർ പിന്തിരിഞ്ഞ് നോക്കി. കേൾക്കുമ്പോൾ വളരെ വ്യത്യസ്തമാണെന്ന് തോന്നിക്കാവുന്ന ഇലാസ്തികത, അല്ലേ? ഇലാസ്തികത എന്നല്ലേ ഇതിന് മലയാളം പറയാൻ പറ്റുള്ളൂ. അത് ഇലാസ്തികതയുള്ള ഒരു പാട്ടുവഴക്കാണ് ഈ കുറത്തിപ്പാട്ട് വഴക്കം. എത്രയോ പാട്ടുകൾ ഉദാഹരിക്കാനുണ്ട്. ഈ മാർഗംകളിപ്പാട്ടുകളിലുണ്ട്, ഈ ചവിട്ടുകളിപ്പാട്ടുകളിലുണ്ട്. കുറത്തി ഞാനും ഒന്നു പെറ്റാൽ 10 പെറ്റ മേനി, ഫാത്തിമാബി 10 പെറ്റാൽ 1 പെറ്റ മേനി. വളരെ പഴക്കമുള്ള മാപ്പിളപ്പാട്ടാണ്. താമര പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ, പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കിറങ്കുള്ളോളെ. അങ്ങനെയാണോ അത് പാടിയിരുന്നത്? അല്ല, പല രീതിയിൽ കേൾക്കപ്പെട്ട ഒരു നാട്ടുവഴക്കത്തെയാണ് നമ്മുടെ ജനകീയ ഗാനങ്ങളുടെ തുടക്കത്തിൽ ONV പോലെ യുഗപ്രഭ
പ്രഭാവനായ ഒരു കവി തൻ്റെ പാട്ടുവഴക്കത്തിൻ്റെ അടിസ്ഥാനമാക്കുന്നത്. ഞാൻ അവിടുന്ന് തുടങ്ങാൻ വിചാരിക്കുകയാണ്. എന്തായിരുന്നു ഈ നാട്ടുപാട്ടുകളെ എങ്ങനെയാണ് നമ്മൾ മനുഷ്യപ്പാട്ടുകളാക്കി മാറ്റുന്നത്, നമ്മുടെ പൊതു പാട്ടുകളാക്കി മാറ്റുന്നത്? അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ കുറത്തി വൃത്തത്തിൽ എഴുതപ്പെട്ട പൊന്നരിവാളം പിളിയിൽ കണ്ണെറിയുന്നോളെ, ആ മരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ. അങ്ങനെ ഒരു പാട്ട് കേട്ടിട്ടുണ്ടോ? അങ്ങനെയാണോ കേട്ടത്? അല്ല, അതിൻ്റെ ജാതീയമായ ചട്ടക്കൂട് മാറ്റുകയും അതിൻ്റെ ഈണവും അതിൻ്റെ മൊത്തം കൺസെപ്റ്റും തന്നെ മാറ്റിയാണ്. പൊന്നരിവാളം പിളിയിൽ കണ്ണെറിയുന്നോളെ, ആ മരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ. ഇത് ദേവരാജനാണ് അങ്ങനെ രൂപപ്പെടുത്തുന്നത്. അപ്പോൾ ആ ഒരു കാലത്തുനിന്ന് തുടങ്ങിയാൽ നമ്മുടെ നാടകഗാനങ്ങളിലൂടെയാണ് ചലച്ചിത്ര ഗാനങ്ങളിലേക്ക് വരാൻ പറ്റുള്ളൂ. കാരണം അന്ന് നാടകഗാനം എഴുത്തിൽ വന്ന ONV ആണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരാൾ ONV ആണ്. ഭാസ്കര മാഷ് നാടകഗാനങ്ങൾ കുറച്ച് എഴുതിയിട്ടുള്ളൂ. ONV സാറ് തന്നെയാണ് നാടകഗാനങ്ങളിൽ ആദ്യം വന്നത്. തൊട്ട് പിന്നാലെ വയലാർ വന്നു. മറ്റൊരു വഴിയിൽ ജനസംസ്കാര ഗാനങ്ങൾ തന്നെയാണ്. പടപ്പാട്ടുകൾ ധാരാളം എഴുതിക്കൊണ്ടാണ് P. ഭാസ്കരൻ രംഗത്ത് വന്നത്. ഈ 3 പേരും അക്കാലത്തെ നവോത്ഥാനാനന്തര പുരോഗമന രാഷ്ട്രീയത്തിൻ്റെ പോരാളികളും അതിൻ്റെ പ്രധാനപ്പെട്ട വക്താക്കളുമായിരുന്നു. ഇപ്പം ഞാൻ അത്രേ അത് സൂചിപ്പിക്കുന്നുള്ളൂ. പുരോഗമന സാംസ്കാരിക രാഷ്ട്രീയത്തിൻ്റെ രംഗത്ത് നിന്ന് വന്നവരായിരുന്നു. അവരാണ് നാടകഗാനങ്ങളിലൂടെ നമുക്കൊരു പൊതുഗാന സംസ്കാരം ഉണ്ടാക്കാൻ ആദ്യം പ്രവർത്തിച്ചത്. അതുകൊണ്ട് തന്നെ അവരുടെ നിലപാടുകളിൽ ജാതി മത വർണ്ണ വർഗ വിരുദ്ധമായ ഒരു മാനവികത, ഇതിനൊക്കെ ചേർക്കുന്നൊരു മാനവികത ആശയപരമായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ശില്പപരമായ ഇടപെടലിലുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വന്ന എല്ലാവരും, കെ രാഘവനും KPSC പോലുള്ള നാടക പ്രസ്ഥാനങ്ങളിലൂടെയാണ് ആദ്യകാലത്ത് വരുന്നത്. അതോടൊപ്പം തന്നെയാണ് ദേവരാജൻ, KPSCയും അതിനു മുമ്പുള്ള നാടക പ്രസ്ഥാനങ്ങളും കലാസമിതി പ്രസ്ഥാനങ്ങളും. ബാബുരാജ് കോഴിക്കോട്ടെ മലബാറിലെ കലാസമിതി പ്രസ്ഥാനങ്ങളുടെ സംഗീത സംവിധായകനായിരുന്നു. ദേവരാജനും ബാബുരാജും കെ രാഘവനും പോലെ തന്നെയാണ് അന്നത്തെ കാലത്ത് വളരെ വ്യത്യസ്തമായൊരു മേഖലയിൽ വന്ന ദക്ഷിണാമൂർത്തി സ്വാമി. അത്തരത്തിലുള്ള കുറേ സംഗീത സംവിധായകരും അവരൊക്കെയും ഒരു പൊതു പശ്ചാത്തലത്തിൽ നിന്ന് വന്നവരാണ്. ഒപ്പം ഈ പാട്ടുകാർ, അതിനു മുമ്പ് തന്നെ തിരുനായനാർ കുറിച്ചി, അഭയദേവ്, അങ്ങനെ കുറേ പേർ പാട്ട് എഴുതിയിരുന്നു. അതിൻ്റെ ഒരു പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ചാൽ പാട്ടുകൾ സിനിമയിലേക്കൊക്കെ ആകുമ്പോഴേക്കും വെറും അനുകരണങ്ങളായിരുന്നു. ഹിന്ദി പാട്ടുകളെ നേരിട്ട് അനുകരിക്കുകയാണ്. ഇതാണ് അകാലേ ആരും കൈവിടും നീ താനേ നിൻ സഹായം, ഇങ്ങനെ പാട്ട് കേട്ടിട്ടുണ്ടോ? ആദ്യകാലത്ത് ഒരു ചലച്ചിത്രകാരാണ് അത്. സുഹാനേ രാത് ടൽ ചുകേ നാ ജാനേ തും കബാओगे, അകാലേ ആരും, നേരിട്ട് ഈണം കോപ്പി അടിക്കുകയായിരുന്നു. അപ്പോൾ കേരളീയമായൊരു ഈണം ഉണ്ടായിട്ടില്ല. വരികൾ ഒരു പക്ഷേ കേരളീയമായിരിക്കും. ഇത് രണ്ടും സംഭവിക്കുന്നത് 54 ഒരു ചലച്ചിത്ര, ഞാൻ നാടക ചരിത്രം ഒന്ന് നിർത്തി വെച്ചിട്ട് ചലച്ചിത്രഗാനത്തിലേക്ക് വരികയാണ്. ചലച്ചിത്രഗാനത്തിലേക്ക് നമ്മുടെ പ്രമേയം ചലച്ചിത്ര ഗാനങ്ങളിലൂടെയാണ്. നീലക്കുയിൽ 54 വന്നതാണ്. നീലക്കുയിൽ ഉറൂബിൻ്റെ ഒരു രചനയെ മുൻനിർത്തി P. ഭാസ്കരനും വിൻസെൻറ്റും കൂടിയാണ് രാമു കരിയാട്ടും കൂടിയാണ് സംവിധാനം ചെയ്തത്. അതിലെ പാട്ടുകൾ എഴുതിയത് P. ഭാസ്കരനാണ്. സംഗീതം കൊടുത്തത് കെ രാഘവനാണ്. അതിലെ പാട്ടുകൾ മാത്രം എടുത്താൽ എത്രമാത്രമാണ് അത് നമ്മുടെ നാട്ടുപാട്ട് പാരമ്പര്യങ്ങളെ ഏകീകരിച്ചെന്ന് കാണാൻ പറ്റും. ആദ്യമായിട്ട് ലോകത്തുള്ള എല്ലാവരെ കൊണ്ടും മാപ്പിളപ്പാട്ട് പഠിച്ചത് അതിലൊരു പാട്ടാണ്. കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ വളകിലുക്കിയ സുന്ദരി പെണ്ണ് കെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിന് ചേർക്കണേ. ഒരു വലിയ വരേണ്യാധികാരത്തെ ഒറ്റ പാട്ടുകൊണ്ട് തകർക്കുകയാണ്. അപ്പോഴാണ് ഈ വേടനെയൊക്കെ നമ്മളിപ്പോൾ ആളുകൾ എതിർക്കുന്നതിൻ്റെ ഒരു വികാരം അപ്പോഴാണ് നമുക്ക് മനസ്സിലാവും. ഒരു വരേണ്യബോധത്തിന് നിരക്കാത്തതാണ് ഇവർ ചെയ്യുന്നത്. മറ്റൊരു തെരുവിലെ പാട്ട്, അശ്ലീലമെന്ന് വരേണ്യർ കണക്കാക്കുന്ന വാക്കുകൾ, പ്രതിഷേധത്തിൻ്റെ പ്രതിരോധത്തിൻ്റെ ഒരു പ്രതിസംസ്കാരമാണ് ഇവർ പ്രതിനിധാനം ചെയ്യുന്നത് ഈ പുതിയ കാലത്ത്. ഞാൻ വേടനിലേക്ക് പിന്നീട് വരാം. അതുപോലെ ആ കാലത്തൊരു പ്രതിസംസ്കാരമാണ് ഒരു മാപ്പിളപ്പാട്ട് എല്ലാവരും പാടുക എന്നൊരവസ്ഥ ആലോചിക്കാൻ പറ്റില്ല 54. കാരണം നമ്പൂതിരി മാപ്പിളപ്പാട്ട് പാടില്ല, കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. അപ്പോൾ നമ്പൂതിരി തൊട്ട് നായാടി വരെയും ക്രിസ്ത്യാനിയും മുസൽമാനും എന്ന് വേണ്ട സമസ്ത മനുഷ്യരും മാപ്പിളപ്പാട്ട് പാടിയത് ഈ ഒരൊറ്റ പാട്ടോട് കൂടിയാണ്. അപ്പോൾ അതിൽ 2 തരത്തിലുള്ള പ്രവർത്തനം നടന്നു. ഒന്ന്, മാപ്പിളപ്പാട്ടിനെ പൊതുമാനവ സ്വീകാര്യതയിലേക്ക് കൊണ്ടുവന്നു. നേരത്തെ കുറത്തിപ്പാട്ടിനെ കൊണ്ടുവന്നതുപോലെ. ഇങ്ങനെ നിങ്ങൾ നോക്കിയാൽ ആ കാലത്തെ എല്ലാ പാട്ടുകളിലും ജനകീയമായൊരു സ്വീകാര്യതയിലേക്ക്, ജാതീയമായ അടയാളം ഉണ്ടായിരുന്ന പാട്ടുകളെ
മാറ്റാൻ സാധിച്ചു. അപ്പോൾ തന്നെ ജാതീയത മാഞ്ഞു പോവുകയും മാനവികത ഉയർത്തപ്പെടുകയും ചെയ്തു. അതോടൊപ്പം തന്നെ അവർ ചെയ്ത മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ത്വരം പാട്ടുകൾ എന്നറിയപ്പെട്ട അധ്വാന പാട്ടുകളെ, ത്വരം എന്ന് പറഞ്ഞാൽ അധ്വാനമാണ്, ത്വരം പാട്ടുകൾ, തൊഴിൽ പാട്ടുകൾ, പല മേഖലകളിൽ കടന്നിരുന്ന തൊഴിൽ പാട്ടുകളെ നമ്മുടെ ഗാന സംസ്കാരത്തിൻ്റെ ഭാഗമാക്കി. അത് നാടകഗാനങ്ങളിൽ തുടങ്ങി. തിന്തക്കൻ തെയ്യക്കൻ തെയ്യാരോ തക തെയ്യക്കൻ തിന്തക്കൻ തെയ്യാരോ, തിന്തക്കൻ തെയ്യക്കൻ തെയ്യക്കൻ തിന്തക്കൻ തിന്തക്കൻ തെയ്യക്കൻ തെയ്യാരോ എന്നൊരു കൊയ്ത്തിൻ്റെ പാട്ടാണ്. ചെപ്പ് കില്ലുക്കണ ചങ്ങാതി നിന്റെ ചെപ്പ് തുറന്നൊന്നു കാട്ടൂലേ, മിന്നണതെന്താണയ്യ നല്ല കുന്നിക്കുരുമണി പൊന്മാല. അതിൻ്റെ ഒരു ആദിമമായ നാടോടിത്തത്തിൻ്റെ താളഘടനയാണ്, എല്ലാവർക്കും സ്വീകരിക്കാവുന്നതാണ്. കാറ്റിൻ കയ്യിൽ കൊടുത്താലേ അത് പൊട്ടിച്ചെറിഞ്ഞ് കളയൂലേ, പാട്ടുകാരി കിളി ചോദിച്ചാൽ നിന്റെ പാട്ടിന് പോകാൻ പറയൂലേ. പാട്ടൊന്നും പഠിക്കണ്ട, ഏതൊരാൾക്കും പാടാവുന്ന ഒരു ജനകീയ ഘടനയിലേക്ക് നമ്മുടെ പാട്ടിൻ്റെ ഒരു സംസ്കൃതിയെ അവർ നേരത്തെ, അത് ONV ആണത് എഴുതുന്നത്. ആ കാലത്ത് വന്ന ഒരുപാട് പാട്ടുകളുണ്ട്. ഞാൻ നാടകഗാനങ്ങൾ കേട്ടിട്ടുണ്ടാവാൻ സാധ്യത കുറവാണ് കുട്ടികൾ, പഴയ പാട്ടുകൾ കേട്ടാൽ അറിയാം. അന്നത്തെ പ്രശസ്തങ്ങളായ ഇളവില്ലാ വേല ചെയ്ത് തളരുന്ന നേരമാണ് ഇതുവഴി പോരുമോ നീ തെന്നലെ, ONVയുടെ പാട്ടാണ്. ഇല്ലിമുള്ളം കാടുകളിൽ ലല്ലല്ലം പാടി വരും തെന്നലേ തെന്നലേ, അല്ലിമലർക്കാവുകളിൽ വല്ലികളിലൂയലാടും തെന്നലേ തെന്നലേ. ഇതൊക്കെ നാട്ടുവഴക്കങ്ങളാണ്, നാട്ടുപാട്ട് വഴക്കങ്ങളെയാണ് ഇതിലേക്ക് പരിവർത്തിപ്പിക്കുന്നത്. ഇപ്പോഴും കുട്ടികളൊക്കെ പാടുന്നത് നിങ്ങൾ ഒരുപക്ഷെ യൂട്യൂബിലൊക്കെ KPC സുലോചനയുടെ വെള്ളാരം കൂന്നിലെ എന്ന പാട്ടടിച്ചു നോക്കിയാൽ ആദ്യം കേൾക്കുന്നത് ഒരു തന്ത വൈബായിട്ട് മാറിയിട്ടില്ല എന്നതിന് തെളിവ് ഏറ്റവും പുതിയ കുട്ടികളാണ് പാടുന്നത്. പുതിയ ബാൻഡിൽ പാടിയിട്ടുണ്ട്. വെള്ളാരം കുന്നിലെ പൊന്മുളം കാട്ടിലെ പുല്ലാങ്കുഴലൂതും കാറ്റേവാ, ഇത് ഏറ്റവും പുതിയ കുട്ടികൾ പാടുന്നുണ്ട്, പുതിയ ബാൻഡിലേക്ക് മാറ്റി പാടുന്നുണ്ട്. അപ്പോൾ ഇതൊരു പൊതുബോധത്തിലേക്ക് ആ കാലം മുതൽ ഒരു 50കൾ തൊട്ട് സന്നിവേശിപ്പിക്കാൻ സാധിച്ചതാണ് നാടക ചലച്ചിത്ര ഗാനങ്ങൾ ചെയ്ത വലിയ സേവനം. അപ്പോൾ 54-ൽ അതിൻ്റെ ഒരു വളർച്ചയാണ് നമ്മൾ നീലക്കുയിൽ കാണുന്നത്. പല ടോണുള്ള പാട്ടുകളിൽ വന്നു. നീലക്കുയിലാണ് അതിപ്രശസ്തമായ മലബാർ സൈഗാൾ എന്നറിയപ്പെട്ട കോഴിക്കോട് അബ്ദുൽ ഖാദറിൻ്റെ ഒരു പാട്ടുള്ളത്. ഓരോ കിനാവിൻ്റെ മാമ്പൂവ് തിന്ന് ഓരോരോ മോഹത്തിൻ തേൻ പഴം തന്ന് ഓടിക്കളിച്ചതും പാടിപ്പറന്നതും ഒന്നായി കണ്ണീരിൽ നീന്തി തുടിച്ചതും എങ്ങനെ നീ മറക്കും കുയിലേ, എങ്ങനെ നീ മറക്കും. ഇത് ഗസലുകളുടെ ഒരു സംസ്കാരമുള്ള ആദ്യത്തെ പാട്ടുകളൊന്നാണ്. നമുക്ക് തീരെ പരിചയമില്ല. അന്ന് ഗസൽ ഗായകരെ നമ്മൾ കണ്ടിട്ടില്ല. ബീഗം അക്തറിനെ കേട്ടിട്ടില്ല, ബഡേ ഗുലാം അലി ഖാനെ കേട്ടിട്ടില്ല, ഗുലാം അലിയെ കേട്ടിട്ടില്ല. ഗസൽ ഒരു സംസ്കാരമേ ആകുന്നതിന് മുമ്പാണ് രാഘവ മാസ്റ്റർ ഗസലിൻ്റെ ഒരു സാംസ്കാരിക അന്തരീക്ഷമുള്ള ഒരു ഉത്തരേന്ത്യൻ സ്റ്റൈലുള്ള ഒരു പാട്ടായിട്ടതും അതിലെ എല്ലാ പാട്ടുകളും നാട്ടുപാട്ടുകളുടെ രീതിയാണ്. ഒന്നുകിൽ കുയിലിനെ തേടി കുതിച്ചു പായും ആരാ പട്ടുകുപ്പായക്കാര, അത്ര കൂടി അതിൻ്റെ കൂടെ ചേർത്താലേ ആ പാട്ട് തീരുള്ളൂ. അതിൻ്റെ താളം കൂടെ ഉണ്ട്. നിന്നോട് ഞാനൊരു കിന്നാരം ചോദിക്കാം, അല്ലേ? ആ പാട്ടിൽ ഈ നാട്ടുതാളം, വളരെ പ്രശസ്തമായ നാട്ടുതാളങ്ങളാണ് ഇതിലൊക്കെ. അതിനപ്പുറത്തൊരു പാട്ടില്ലേ, ഗായത്രി കൃഷ്ണൻ തന്നെ പാടിയ കുയിലിനെ തേടി, എന്തിന് നോക്കണ് ചന്ദിരാ നീ ഞങ്ങളെ, അയ്യാ ചന്ദിരാ നീ ഞങ്ങളെ, ഞാനില്ലാമേ പോട്ട് കല്യാണ ചെക്കനുണ്ട്, താഴെ കല്യാണ ചെക്കനുണ്ട്. ആ പാട്ടിലൊക്കെ നാട്ടു ഈണങ്ങളാണ്. രാഘവ മാസ്റ്റർ ഈ നാട്ടീണങ്ങൾ ഉപയോഗിക്കുന്നത് വളരെ അത്ഭുതകരമായ രീതിയിലാണ്. നേരിട്ട് നാട്ടീണങ്ങളെ പകർത്തുകയല്ല അദ്ദേഹം ചെയ്യുക. നാട്ടീണങ്ങളുടെ, നാട്ടുപാട്ടുകളുടെ ഒരു സംസ്കാരത്തിൻ്റെ അംശം പാട്ടിൻ്റെ അന്തർബലമാക്കുകയാണ്. മലബാർ മേഖലയിലെ കടപ്പുറങ്ങളിലൊക്കെ ഒരു താരാട്ടീണമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഈണത്തെ രാഘവ മാസ്റ്റർ പലയിടത്തും ഉപയോഗിച്ചിട്ടുണ്ട്.
താരാരിരാരാരാ. ഇതൊരു താരാട്ടിൻ്റെ ഒരു കഷ്ണമാണ്. താരാരിരാരാരാ. ഒരു മുഴുവൻ പാട്ടല്ല, താരാട്ടിൻ്റെ ഒരു ഈണത്തിൻ്റെ ഒരു ശകലമാണ്. റഹ്മാൻ മാസ്റ്റർ സംവിധാനം ചെയ്ത പല പാട്ടുകളിൽ ഇതിങ്ങനെ ആവർത്തിച്ചു വരും. എല്ലാവർക്കും പാഴ്മുള എന്നു തോന്നി, പുല്ലാങ്കുഴൽ എന്നെനിക്കു തോന്നി, താരാരിരാരാരാ. ആ ഒരു ഈണമാണ് പുല്ലാങ്കുഴൽ എന്നെനിക്കു തോന്നി. നാട്ടുപാട്ടുകളെ, നാടോടിപ്പാട്ടുകളെ അഡാപ്റ്റ് ചെയ്യല്ല, അതിൻ്റെ ഒരു ഭാവാനുഭൂതിയെ പാട്ടിൻ്റെ ഭാവമാക്കി പരിവർത്തിപ്പിക്കുക. എത്രയോ പാട്ടുകളെ അങ്ങനെ ഉദാഹരിക്കാൻ പറ്റും. ഇത് പഠിക്കേണ്ട ഒരു മേഖലയാണ് കേട്ടോ. ഓട്ടക്കണ്ണിട്ട് നോക്കും കാക്കേ, തെക്കേ വീട്ടിലെന്ത് വർത്താനം കാക്കേ, തെക്കേ വീട്ടിലെന്ത് വർത്താനം കാക്കേ, താരാരിരാരാരാ. ഒരു നാട്ടു താരാട്ടീണമാണ് പല പാട്ടുകളുടെ അന്തർഹിത ശക്തിയാക്കിയിട്ട് രാഘവ മാസ്റ്റർ മാറ്റുന്നത്. ഇങ്ങനെ നിങ്ങൾ നീലക്കുയിലിൽ തുടങ്ങിയ ഈ നാട്ടുപാട്ടുകൾ, ഗസൽ പോലുള്ള ഉത്തരേന്ത്യൻ, പേർഷ്യൻ, അല്ല തുർക്കി, അഫ്ഗാൻ നാടോടികളിലൂടെ വന്ന ഒരു ഈണമാണ് ഈ ഖവാലികളുടെയും ഗസലുകളുടെയൊക്കെ. ഒരുപക്ഷെ വളരെ ദീർഘവർഷങ്ങളുടെ ഒരു ചരിത്രം അതിനുണ്ട്. മിർസ ഗാലിബ് വരെ അമീർ ഖുസ്രു മുതൽ മിർസ ഗാലിബ് വരെ നീണ്ടു കിടക്കുന്ന ഒരുപക്ഷെ വളരെ രാജ്യാന്തര വേരുകളുള്ള തുർക്കി, അഫ്ഗാൻ നാടോടികളാണ് ആദ്യകാലത്ത് ഈ ഖവാലി എന്ന് പറയുന്ന ഒരു പാട്ട് സമ്പ്രദായം പേർഷ്യൻ അതിർത്തികളിലൂടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. മുഗൾ കാലഘട്ടത്തിലൊക്കെ ധാരാളം ഇങ്ങനത്തെ ഖവാലി ഗായകർ ഇവിടെ വന്നിരുന്നു. ഒരുപക്ഷെ ഉത്തരേന്ത്യൻ പാട്ടുകളിൽ നിങ്ങൾക്ക് ഹിന്ദി പാട്ടുകളിലൊക്കെ ധാരാളത്തിൻ്റെ അനുരണങ്ങൾ കേൾക്കാം. അത് ധാരാളമായിട്ട് മലയാളത്തിലേക്ക് കൊണ്ടുവരുന്നത് ബാബുരാജിനെ പോലൊരു സംഗീത സംവിധായകനാണ്. ബാബുരാജിൻ്റെ ശുദ്ധ ഗസലുകൾ ഇഷ്ടം പോലെ നമുക്ക് കേൾക്കാം. ആദ്യകാലത്തുള്ള പല പാട്ടുകളും ഗസൽ സ്വഭാവത്തിലുള്ളതാണ്. പൊന്തി വരും സങ്കൽപ്പത്തിൻ പൊന്നശോക മലർവനിയിൽ, ചന്തമെഴും ചന്ദ്രികത്തൻ ചന്ദന മണിമന്ദിരത്തിൽ, സുന്ദര വസന്തരാവിൻ ഇന്ദ്രനീല മണ്ഡപത്തിൽ, സുന്ദര വസന്തരാവിൻ ഇന്ദ്രനീല മണ്ഡപത്തിൽ, എന്നും എന്നും താമസിക്കാൻ എൻ്റെ കൂടെ പോരുമോ നീ, പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ, ഗാനലോകവീഥികളിൽ വേണുവൂതും ആട്ടിടയൻ, പ്രാണസഖി ഞാൻ. അല്ല, ഈ പാട്ട് ഗസലുകളുടെ, ഉത്തരേന്ത്യൻ സംഗീതത്തിൻ്റെ, പേർഷ്യൻ സംഗീതത്തിൻ്റെ, അറേബ്യൻ സംഗീതത്തിൻ്റെ, ഒരുപക്ഷെ തുർക്കി തൊട്ട് ഇങ്ങോട്ട് വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ സംഗീത പരമ്പരയുടെ ബൊഹിമിയൻ പാരമ്പര്യത്തെ നമ്മുടെ പാട്ടിൻ്റെ അന്തർബലമാക്കുകയാണ്. ഇത് വളരെ സൂക്ഷ്മമായിട്ട് പഠിച്ചു പോകേണ്ടതാണ്. ഇത്തരം ധാരകൾ എവിടെ നിന്നൊക്കെ വന്നു? ഉത്തരേന്ത്യയിൽ പോയി പഠിച്ച ഒരാളാണ് ബാബുരാജ്. മുഹമ്മദ് സാബിർ ബാബുവിൻ്റെ അച്ഛൻ ജാൻ മുഹമ്മദ് ബംഗാളിയായിരുന്നു. ബംഗാളിൽ നിന്ന് കോഴിക്കോട് വന്ന് താമസിച്ച് കോഴിക്കോട്ട് മുക്കത്തുനിന്ന് കല്യാണം കഴിച്ച് 11 വയസ്സ് വരെ പിതാവിൻ്റെ സംരക്ഷണയിൽ വളർന്ന ആളാണ് സാബിർ ബാബു. അദ്ദേഹം ജാൻ മുഹമ്മദ് മകനെ പഠിപ്പിച്ചിരുന്നു. പിന്നീടാണ് അച്ഛൻ തിരിച്ചു പോവുകയും മുഹമ്മദ് സാബിർ ബാബു തെരുവിൽ പാടി നടന്ന് ജീവിതോപാധി കണ്ടെത്തുകയും ചെയ്യുന്നത്. അവിടെ നിന്നാണ് പോലീസ് കോൺസ്റ്റബിൾ കുഞ്ഞു മുഹമ്മദ് എന്ന ഒരു കലാസമിതി പ്രവർത്തകൻ ബാബുരാജിനെ, സാബിർ ബാബുവിനെ കണ്ടെത്തി ബാബുരാജാക്കി മാറ്റുന്നത്. അപ്പോൾ കോഴിക്കോട്ടെ കലാസമിതി പ്രസ്ഥാനങ്ങളുടെ ഉപലബ്ധിയാണ് സത്യത്തിൽ തെരുവിൽ പാടി നടന്ന ബാബുരാജിനെ ഈ പറയുന്ന സംഗീത ചരിത്രത്തിലേക്ക് കൊണ്ടുവരുന്നത്. അതുപോലെ ലെസ്ലി എന്നൊരു പാട്ടുകാരനാണ് കോഴിക്കോട് അബ്ദുൽ ഖാദർ ആയത്. അതും ഈ മുഹമ്മദ് പോലീസ് കോൺസ്റ്റബിൾ കുഞ്ഞു മുഹമ്മദ് കണ്ടെത്തിയ പാട്ടുകാരനാണ്. അപ്പോൾ ആ ചരിത്രം ഞാനിപ്പോൾ വിസ്തരിക്കുന്നില്ല. അതിൻ്റെ ധാരകൾ പലയിടത്തുനിന്ന് വരികയാണ്. അങ്ങനെ ഉത്തരേന്ത്യൻ സംഗീതവുമായിട്ട് ഗാഠബന്ധമുണ്ടായിരുന്ന ബാബുരാജ് പിന്നീട് അദ്ദേഹം ബർമയിലൊക്കെ പോയി പിതാവിനെ അന്വേഷിച്ച് ബംഗാളിൽ പോയി തെണ്ടിത്തിരിഞ്ഞ് ഹിന്ദിയിൽ പാടി
റഫിയുടെ കൂടെയൊക്കെ പാടിയിട്ടുണ്ട് 1-2 പാട്ടുകൾ. തിരിച്ചു വന്ന് കോഴിക്കോട്ട് എത്തുന്ന 2ാം ബാബുരാജാണ് മിന്നാമിനുങ്ങിൽ സംഗീതം കൊടുക്കുന്നത്. അദ്ദേഹമാണ് അക്കാലത്ത് കോഴിക്കോട്ടെ സാംസ്കാരിക രാഷ്ട്രീയ വേദികളിലൊക്കെ പാടിക്കൊണ്ടിരുന്ന. അന്ന് മുനിസിപ്പാലിറ്റിയുടെ ഒക്കെ മീറ്റിങ്ങിൽ പാടിയിരുന്ന 2 പാട്ടുകാരായിരുന്നു കോഴിക്കോട് അബ്ദുൽ ഖാദറും MS ബാബുരാജും. അതോടൊപ്പം തന്നെ മച്ചാട്ട് കൃഷ്ണൻ, മച്ചാട്ട് വാസന്തി. അതൊരു രാഷ്ട്രീയ ചരിത്രം, അതിലേക്ക് അപ്പോൾ കിടക്കത്തില്ല. അപ്പോൾ അവരുണ്ടാക്കിയെടുത്ത ഒരു പാട്ട് പാരമ്പര്യം ജനകീയമായിരിക്കെ തന്നെ ഉത്തരേന്ത്യൻ സംഗീതവുമായിട്ട് അഗാധമായ ബന്ധമുള്ള ഒരു ധാര നമ്മുടെ സംഗീതത്തിലേക്ക് വരുന്നു. കെ രാഘവനിലൂടെ വടക്കേ മലബാറിൻ്റെ കടപ്പുറത്തെ ജീവിതത്തൊട്ട് വ്യാപിച്ചു കിടന്ന അനേകം നാട്ടുപാട്ടുകൾ, രാഘവ മാഷ്ടർ എത്രയോ പാട്ടുകൾ നിങ്ങൾ എടുത്ത് പരിശോധിക്കേണ്ടതാണ്. എങ്ങനെയാണ് ഈ നാട്ടിയിണങ്ങൾ കടന്നു വരുന്നത്? ദക്ഷിണാമൂർത്തി സ്വാമിയാകട്ടെ വരേണ്യ കർണാടക സംഗീത ധാരകളെ, ഒരുപക്ഷെ വരേണ്യമായിരുന്ന വൈക്കത്ത് അവിടുത്തെ കലാപീഠത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. വളരെ വ്യത്യസ്തമായൊരു ധാരയിൽ നിന്നാണ് സ്വാമി വരുന്നത്. സ്വാമി പക്ഷേ ഈ ജനകീയ ധാരയിലേക്ക് കർണാടക സംഗീത ഗാനങ്ങളെയും മാറ്റി. നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. പല ഈണങ്ങളും ചിത്രശിലാപാളികൾ കൊണ്ടൊരു ശ്രീകോവിലകം ഞാൻ തീർത്തു, അതിൽ നിത്യമെനിക്കാരാധിക്കാൻ നിന്റെ വിഗ്രഹം കണ്ടെടുത്തു. ചിത്രശിലാപാളികൾ കൊണ്ടൊരു ശ്രീകോവിലകം ഞാൻ തീർത്തു. നീയാം മേനക നൃത്തം വയ്ക്കും 4 പാമരക്കാട്ടിൽ, ഏതോ പുഷ്പശരം കൊണ്ടിന്നലെ എൻ്റെ തപസ്സിളകി കാമിനി, എൻ്റെ തപസ്സിളകി. ഇതൊരു കർണാടക സംഗീതത്തിൻ്റെ പ്രയോഗമാണ്. ഒരു ലളിതഗാനാക്കി മാറ്റുകയാണ്. സ്വാമി ചെയ്ത അത്ഭുതകരമായ പ്രവർത്തനങ്ങളിൽ ഒന്നാണ് ഇതൊക്കെ. അങ്ങനെ എത്രയോ പാട്ടുകൾ, പൊൻവെയിൽ, മണിക്കച്ച, അഴിഞ്ഞുകൊടുത്ത അമ്പിസാറിൻ്റെ വരികളാണ്. എത്രയോ കർണാടക രാഗാധിഷ്ഠിതമായ പാട്ടുകളെ ആ പാട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ആ രാഗം പഠിക്കാം. പല പാട്ടുകളും രാഗം പഠിക്കാനുള്ള പഠന സാമഗ്രിയായിട്ട് ഉപയോഗിക്കാം. ഒരു പ്രശസ്തമായ പാട്ടല്ലേ, സാമ്യമകന്നോരുദ്യാനമേ നിൻ്റെ കഥകളി മുദ്രയാം കമലദളത്തിലൻ ദേവിയുണ്ടോ ദേവി. അത് ഒരു രാഗം പൂർണ്ണമായിട്ട് വിസ്തരിച്ചൊരു പാട്ട്. അങ്ങനെ എത്രയോ പാട്ടുകൾ. ഇപ്പോൾ ഒരു വശത്ത് ഹിന്ദുസ്ഥാനി സംഗീത പാരമ്പര്യം നമ്മുടെ പൈതൃകാവുന്നു, മറ്റൊരു വശത്ത് കർണാടക സംഗീത പാരമ്പര്യം. അന്ന് കർണാടക സംഗീതം എല്ലാവർക്കും പഠിക്കാൻ പറ്റില്ല. സവർണർക്ക് മാത്രമേ കർണാടക സംഗീതം പഠിക്കാൻ അവകാശം ഉണ്ടായിരുന്നുള്ളൂ. സാധാരണക്കാർക്കൊന്നും പഠിക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല. ഇന്ന് നമ്മൾ രാഗങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നത് ഈ പാട്ടുകൾ കേട്ടിട്ടാണ്. ആ പാട്ടുകളാണ് നമുക്ക് ഈ രാഗസംഗീത പശ്ചാത്തലങ്ങളൊക്കെ പരിചയപ്പെടുത്തിയത്. ഒപ്പം ഹിന്ദുസ്ഥാനി പാരമ്പര്യങ്ങൾ, വലിയ നാടോടി പാരമ്പര്യങ്ങൾ. ദേവരാജനാകട്ടെ ഹിന്ദുസ്ഥാനി പാരമ്പര്യം ഉണ്ടായിരുന്നു, നാടോടി പാരമ്പര്യം ഉണ്ടായിരുന്നു. മധ്യ തിരുവിതാംകൂർ തൊട്ടങ്ങ് തെക്കൻ തിരുവിതാംകൂർ വരെ കിടക്കുന്ന എത്രയോ നാട്ടുപാട്ടുകളുടെ ഈണങ്ങളെയാണ്, ഞാൻ കവിതകളിലേക്ക് പിന്നെ വരാം, പാട്ടുകളുടെ ഈണങ്ങളെയാണ് ദേവരാജൻ ജനകീയമാക്കിയത്. ഇന്ന് നമുക്കറിയാവുന്ന പല പാട്ടുകളും ദേവരാജൻ ഈ നാട്ടുജീവിതത്തിൽ നടത്തിയെടുത്തതാണ്. പല പാട്ടുകളുടെയും അന്തർബലം ആ നാട്ടുസംഗീതമാണ്. അപ്പോൾ നാട്ടുസംഗീതവും കർണാടക സംഗീതവും കൂടി അതിമനോഹരമായിട്ട് സംയോജിപ്പിക്കാൻ ദേവരാജന് സാധിച്ചു. നാട്ടുസംഗീതവും മലബാർ പാരമ്പര്യവും, അതിൻ്റെ മലബാർ പാരമ്പര്യവും കർണാടക സംഗീതവുമായിട്ട് രാഘവ മാസ്റ്റർ, നാട്ടുസംഗീതത്തോടൊപ്പം തന്നെ ഹിന്ദുസ്ഥാനി പാരമ്പര്യമായിട്ട് ബാബുരാജ്, അതിൻ്റെ തുടർച്ചയാണ് MK അർജുനനൊക്കെ. ബാബുരാജൊക്കെ ചില പാട്ടുകൾ ചിട്ടപ്പെടുത്തി നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. ചന്ദന പല്ലക്കിൽ വീടു കാണാൻ വന്ന ഗന്ധർവരാജകുമാര, പഞ്ചമി ചന്ദ്രിക പെറ്റുവളർത്തിയ അപ്സര രാജകുമാരി. ഒരു ജയജയവന്തി എന്നൊരു രാഗ, അത് ഹിന്ദുസ്ഥാൻ രാഗ. അല്ലിപ്പൂം കാവിലെ ആവണി പലകയിൽ അഷ്ടമംഗല്യമൊരുക്കാം ഞാൻ, ദശപുഷ്പം ചൂടിക്കാം, തിരുമധുരം നേദിക്കാം, താമരമാലയിടിക്കാം ഞാൻ, തങ്കത്തമ്പുരു മീട്ടുക മീട്ടുക ഗന്ധർവരാജകുമാര. മെല്ലഡി എന്നൊക്കെ പറയുന്നത് എത്ര മനോഹരമായിട്ടാണ് രാഗാധിഷ്ഠിതമായിട്ട് ചെയ്യാൻ കഴിയുക. ബാബുരാജിൻ്റെ പാട്ടുകളെ കുറിച്ച് പറഞ്ഞാൽ ബാബുരാജും ഭാസ്കരനും ചേർന്നുണ്ടാക്കിയ ഒരു അസാധാരണമായ ലയം. യമൻ കല്യാണം എന്ന് പറയുന്ന കല്യാണി എന്നൊക്കെ ഹിന്ദുസ്ഥാനി കർണാടകത്തിൽ പറയുന്ന ഒരു രാഗം പഠിക്കാൻ ബാബുരാജിൻ്റെ കുറച്ച് പാട്ടുകൾ മാത്രം മതി.
തളിരിട്ട കിനാക്കൾ തൻ താമരമാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ. അതിമനോഹരമായി ഭാസ്കർ മാഷ് എഴുതിയ വരികളാണ്. കന്നേ നീലാവത്ത് കസ്തൂരി പൂശുന്ന കൈതേ കൈതേ കൈനാറി കയ്യിലിരിക്കണ പൂമണമിത്തിരി കാറ്റിൻ്റെ കയ്യിൽ കൊടുത്താട്ടെ കാറ്റിൻ്റെ കയ്യിൽ കൊടുത്താട്ടെ. ഇത് യമൻ കല്യാൺ എന്ന് പറയുന്ന ഹിന്ദുസ്ഥാനി രാഗമാണ്. നിരിഗരി സധ നിരിഗ ഗപരേ. ഈ രാഗം പഠിക്കാൻ ഇത് മതി. ആരാധികയുടെ പൂജാ കുസുമം ദൂരെയെറിഞ്ഞു ദേവൻ ദൂരെയെറിഞ്ഞു ദേവൻ പാപിയെ വെളിയിൽ തള്ളി അമ്പലഗോപുര വാതിലടച്ചല്ലോ. മെലഡി ഒരു ഹിന്ദുസ്ഥാനി രാഗത്തിലൂടെ നമ്മൾ പരിചയിച്ചു. ഇപ്പോൾ ഹിന്ദുസ്ഥാനി രാഗം നമുക്ക് മനസ്സിലായി, നമ്മുടെ സംസ്കാരമായി. ഇങ്ങനൊരു പരിവർത്തനമാണ് കർണാടക ഹിന്ദുസ്ഥാനി നാടോടി സാർവലൗകിക. വിശേഷ സലീൽ ചൗധരിയൊക്കെ വന്നപ്പോഴേക്കും ബംഗാളി സംഗീതം, രവീന്ദ്ര സംഗീതം നമ്മൾ പരിചയിച്ചു. പിന്നീട് എം പി ശ്രീനിവാസനൊക്കെ ധാരാളം വെസ്റ്റേൺ നോട്ട്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള ധാരാളം പാട്ടുകൾ. ആ കാലത്ത് തന്നെ MBS ആണ് ഈ വെസ്റ്റേൺ സംഗീതത്തെ നമ്മുടെ പാട്ടിൻ്റെ ഭാഗമാക്കിയത്. അപ്പം അങ്ങനൊരു വലിയ പരിവർത്തനം സംഗീതത്തിൽ വന്നു. ഒപ്പം നമ്മുടെ നാട്ടു പാരമ്പര്യങ്ങളൊക്കെ പാട്ടിലേക്ക് വന്നു. ഒരുപക്ഷെ വയലാറിനെ പോലെ ഏറ്റവും സുസംസ്കൃത പദ ജഡിലം എന്ന് പറയാവുന്ന വിധത്തിൽ പാട്ടെഴുതിയ ഒരാളാണ്. മേലെ മാനത്തെ നീലിപ്പുലയിക്ക് മഴ പെയ്താൽ ചോരുന്ന വീട്, അവളെ പ്രേമിച്ച പഞ്ചമി ചന്ദ്രന് കനകം നെഞ്ഞൊരു നാലുകെട്ട്. അതിൻ്റെ പാട്ടിൻ്റെ ഈണവും വരികളും കെട്ടാപ്പുരയവൻ കെട്ടിച്ചു, വെട്ടാക്കുളമവൻ വെട്ടിച്ചു, വിത്ത് വിതച്ചാൽ മുളയ്ക്കാത്ത പാടം വെള്ളിക്കലപ്പ കൊണ്ട് ഉഴുതിട്ടു. ഇതിൻ്റെ റൂട്ട് പഴയൊരു തേക്ക് പാട്ടാണ്. ഏനവിടെ ചെന്നേ പിന്നെ കെട്ടാപ്പുര കെട്ടിച്ചേ, ഏനവിടെ ചെന്നേ പിന്നെ വെട്ടാക്കുളം വെട്ടിച്ചേ, അരത്തൊണ്ട് കള്ളും തന്ന് കൊല്ലാക്കൊല ചെയ്യണയ്യോ. ഏതോ കാലത്തൊരു നാടോടിപ്പാട്ടായി കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രമൊക്കെ വരുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എന്നെ ചൂഷണം ചെയ്യുകയാണെന്നൊരു പാട്ടിലൂടെ പാടിയ കവിയാണ് പേരറിയാത്ത നാടോടി കവി. ഞാൻ ചെന്നതിന് ശേഷമാണ് വെട്ടാക്കുളം വെട്ടിച്ചത്, ഞാൻ ചെന്നതിന് ശേഷമാണ് കെട്ടാപ്പുര കെട്ടിച്ചത്, പക്ഷെ അരത്തൊണ്ട് കള്ള് തന്ന് എന്നെ കൊല്ലാക്കൊല ചെയ്യുകയാണ്, എന്നെ ചൂഷണം ചെയ്യുകയാണെന്ന് 200-ലധികം വർഷം മുമ്പ് ഒരു പാട്ടിൽ നമ്മളൊരു പ്രത്യയശാസ്ത്രമായിട്ട് ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അത് കാലാനുസൃതമായിട്ട് സ്വീകരിക്കുകയാണ് വയലാറിൻ്റെ പോലുള്ള ആളുകൾ ചെയ്തത്. ഇത് നാട്ടുപാട്ടെന്നാണ് വയലാർ എടുക്കുന്നത്. കുന്നത്ത് നിന്നതാ ചൂട്ട് കാണുന്നു, കുഞ്ഞൻപൂൻ്റെ അച്ഛനോ മറ്റാരാനോ അറിയാമല്ലോ, ഇത് പഴയ നാട്ടുപാട്ടിലുള്ളതാണ്. അതാണ് കുന്നും പുറത്തൊരു മിന്നലാട്ടം, കുഞ്ഞുണരമ്മേണെ കുഞ്ഞുണര്, കുന്നത്തെ തേവരോ അമ്പിളി മാമനോ കുഞ്ഞിൻ്റെ അച്ഛനോ ആരാരോ 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 ആരാരോ. താരാട്ടുപാട്ടിൻ്റെ ഒരു സംസ്കൃതിയായിട്ട് അതിനെ മാറ്റുന്നു. ഈ പാട്ടൊക്കെ കേട്ട് കുട്ടികൾ ഉറങ്ങിയില്ലെങ്കിൽ കുട്ടികൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്നാണ് അർത്ഥം. അത്രമേൽ താരാട്ടിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങൾ. പാട്ടുപാടി ഉറക്കാം ഞാൻ താമരപ്പൂം പൈതലേ, കേട്ടു കേട്ടു നീയുറങ്ങൻ കരളിൻ്റെ കാതലേ, കരളിൻ്റെ കാതലേ. ആരിരാരോ രാരിരോ ആരിരാരോ രാരിരോ. ഈ പാട്ട് നിങ്ങൾ അമേരിക്കയിലെ കുട്ടിയെ കേൾപ്പിച്ചാലും കുട്ടി ഉറങ്ങും, ലോകത്തെവിടെ കൊണ്ടുപോയി കേൾപ്പിച്ചാലും ആ കുട്ടികൾ ഉറങ്ങും. കാരണം താരാട്ട് എന്ന് പറയുന്ന അത്യുദാത്തമായ
അമ്മയുടെ ഹൃദയവികാരത്തിൻ്റെ സംഗീതം. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി, ഈ അമ്മയുടെ ഹൃദയവികാരം സംഗീതത്തിലാക്കുക എന്നുള്ളത്. അതാണ് നമ്മുടെ സംസ്കാരം. നമ്മുടെ ആദ്യത്തെ കാവ്യം തന്നെ ഉണ്ടായത് അമ്മയുടെ താരാട്ടുപാട്ട് നിന്നാണ്, അല്ലേ? ഉന്തുന്ത് 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 ഉന്തുന്തുന്തുന്തുന്താളേയുന്ത്, അറിയാമല്ലോ കോലത്തിൻ്റെ രാജാവിൻ്റെ കഥ, അല്ലേ? അതെന്നാണ് ഇന്ദിര തന്നോടെ പുഞ്ചിരിയായൊരു ചന്ദ്രികമയിൽ പരക്കയാലേ പാലാഴി വെള്ളത്തിൽ മുങ്ങി നിന്നിടുന്ന നീലാഭമായൊരു ശൈലം പോലെ. ഇത് മഞ്ജരിയാണ്, അല്ലേ? മഞ്ജരി പഠിപ്പിക്കാൻ നമ്മളെന്താ പഠിപ്പിക്കുക? ശ്ലഥ കാകളി വൃത്തത്തിൽ 2ാം പാദത്തിൽ അന്ത്യമാം 2 അക്ഷരം കുറച്ചിടിൽ അത് മഞ്ജരിയായിടും. എന്തൊരു പ്രയാസം! ആദ്യം കാകളി മനസ്സിലാക്കണം, പിന്നെ ശ്ലഥ കാകളി മനസ്സിലാക്കണം, പിന്നെ 2ാം പാദം കണ്ടുപിടിക്കണം, എന്നിട്ട് അന്ത്യമാം 2 അക്ഷരം കുറയ്ക്കണം. ഇതിനൊന്നും സമയം ഉണ്ടാകും ഒരാൾക്കാർക്ക്. അതിനേക്കാൾ നല്ലത് ഒരു താരാട്ടുപാട്ട് പാടിക്കൊടുത്താൽ പോരെ. രാരീരം 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 രാരീരാരം, അത് മഞ്ജരിയായിടും. മലയാളം പഠിപ്പിക്കാൻ അങ്ങനെ ഒരു വഴിയുണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത്, ഞങ്ങൾ പഠിച്ച കാലത്ത് ഞങ്ങളുടെ മാഷ് ഇതുപോലെ മെനക്കെട്ട് പഠിപ്പിച്ചു തന്ന് എൻ്റെ ഒരു കൂട്ടുകാരൻ ബാലൻ ഉണ്ടായിരുന്നു. ബാലനോട് ചോദിച്ചു, 5ൻ്റെ ലക്ഷണം ബാലനോട് പറയാൻ പറഞ്ഞു. ബാലൻ യാതൊരു സംശയമില്ലാതെ എഴുന്നേറ്റെന്ന് പറഞ്ഞു, അത് മഞ്ജരിയായിടും. ഏതാണെന്ന് മാഷ് കണ്ടുപിടിക്കണം. അവനറിയാവുന്ന ലക്ഷണം അത് മഞ്ജരിയായിടും. അപ്പം നമുക്ക് വാസ്തവത്തിൽ ഈ മഞ്ജരി പഠിപ്പിക്കാൻ ഒരു ചലച്ചിത്രഗാനത്തെ ഉപയോഗിക്കാം. ഇതൊന്നിപ്പം അധ്യാപകർ സമ്മതിക്കുമെന്നറിയില്ല. മാണിക്യ വീണയുമായൻ മനസ്സിൻ്റെ താമരപ്പൂവിലുണർന്നവളെ പാടുകില്ലേ വീണ മീട്ടുകില്ലേ നിൻ്റെ വേദന എന്നോടു ചൊല്ലുകില്ലേ. അത് മഞ്ജരിയായിടും. മഞ്ജരിയാണത്, കൃത്യമായ മഞ്ജരിയ. പക്ഷെ അതിനെ മഞ്ജരിക്ക് കൊടുക്കാവുന്ന ഏറ്റവും മനോഹരമായ ഒരു ഈണമല്ലേ? മാണിക്യ വീണയുമായൻ മനസ്സിൻ്റെ താമര പൂവിലുണർന്നവളെ പാടുകില്ലേ വീണമീട്ടുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ. ഇതൊരു സാധ്യതയാണ്. നമ്മുടെ വൃത്തങ്ങളെ, എത്രയോ വൃത്തങ്ങൾ അങ്ങനെ പറ്റിയിട്ടുണ്ട്. ശ്രാന്തമമ്പരം നിദാഘോഷ്മള സ്വപ്നാക്രാന്തം, ശങ്കരക്കുപ്പൻ്റെ വരികളാണ്, അല്ലേ? ആ വരികളാണ് ദക്ഷിണാമൂർത്തി സംഗീതം കൊടുത്തത്. ക്ഷുദ്രമാമൻ കർണത്താൽ കേൾക്കുവാനാവാത്തൊരു ഭദ്രനിത്യതയുടെ മോഹന ഗാനാലാപാൽ ഉദ്രസംഭണോല്ലോല കല്ലോല ജാലം പൊക്കി രൗദ്രഭംഗിയിലാടി നിന്നിടും ഭുജംഗമേ വാനം തൻ വിശാലമാം ശ്യാമവക്ഷസിൽ കൊത്തേറ്റ ആനന്ദമൂർച്ഛാധീനം അങ്ങനെ നിലക്കൊള്ളൂ തത്തുകൻ ആത്മാവിങ്കൽ കൊത്തുകൻ ഹൃദന്തത്തിലു തുങ്ക ഭണാഗ്രത്തിൽ എന്നെയും വഹിച്ചാലും. ഇത് പറയാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അതാണ് ക്ഷുദ്രമാമൻ കർണത്താൽ കേൾക്കുവാനാവാത്തൊരു. ആ പാട്ടൊന്ന് കേട്ടുപോകണം. അഭയത്തിൽ അത് ഉപയോഗിച്ചിട്ടില്ല. 2, 3, 4 സുഗതകുമാരിയുടെ പാവം മാനവഹൃദയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാട്ട് സംസ്കാരം വെറുതെ അങ്ങ് പാടിപ്പോവല്ല, കവിതയെ ഉൾക്കൊണ്ടു. കാളിദാസൻ്റെ ഒരുപക്ഷെ സംസ്കൃതമൊക്കെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. കാളിദാസൻ്റെ കുമാരസംഭവത്തിൽ അതിപ്രശസ്തമായ ഒരു ശ്ലോകമുണ്ടല്ലോ. പാർവതിയുടെ കൺപീലികളിൽ വന്ന് വീണ മഴത്തുള്ളി അവിടുന്ന് കവിളിലൂടെ ഒലിച്ചിറങ്ങി പൊക്കിൾക്കുഴിയിൽ വന്ന് നിറയുന്നതിൻ്റെ സ്ഥിതാക്ഷണം പക്ഷ്മസു താടിതാധര പയോധരിൽ സേത നിപാത ചൂർണിത വലീഷു തസ്യ സ്ഖലിത പ്രപേതിരേ ചിരേണനാഭിം പ്രഥമോദ ബിന്ദവ. കുമാരസംഭവം 5ാം സർഗത്തിലെ ഭാഗമായി. ഇതൊന്നും നമ്മൾ പഠിച്ചാൽ ഓർമ്മ കിട്ടില്ല. പക്ഷെ ഇത് പാട്ടിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് വയലാർ. വളരെ പ്രശസ്തമായ പാട്ട് പ്രശസ്തമാണ്. സിനിമ എന്നത്തെ അറിയപ്പെട്ട സിനിമയല്ല. ഭൂമിദേവി പുഷ്പിണിയായി എന്നൊരു സിനിമയിൽ കൺപീലികളിൽ തങ്ങി, വരികൾ അങ്ങനെയാണ്, കൺപീലികളിൽ തങ്ങി സ്ഥിതാക്ഷണം പക്ഷ്മസ്വ, അതിൻ്റെ പരിഭാഷയാണ്. കൺപീലികളിൽ തങ്ങി കവിളിലെ കമലക്കൂമ്പുകൾ നുള്ളി മാറിൽ തട്ടി തടഞ്ഞ് ചിതറി മൃദുരോമങ്ങളിലിടറി പുക്കിൾക്കുഴിയൊരു തടാകമാക്കിയ പവിഴമഴത്തുള്ളി പണ്ട് ശ്രീപാർവതിയെപ്പോലെ നിന്നെയും പുഷ്പിണിയാക്കി. ആ പാട്ട് നിങ്ങൾക്ക് കേട്ടാൽ അത്ഭുതം തോന്നും. പനി നീർമഴ പൂമഴ തേന്മഴ മഴയിൽ കുതിരുന്നൊരഴകേ
നനയുന്നത് കഞ്ചുകമോ സഖി, നിന്നെ പൊതിയും യൗവനമോ. നേരെ പരിഭാഷപ്പെടുത്തിയിരിക്കുക. ഇങ്ങനെയാണ് മലയാള പാട്ടുകളിലേക്ക് കാളിദാസനെ കൊണ്ടുപോകുന്നു. ഓമർ ഖയാമിനെ ഡാലിയ പൂക്കളെ ചുംബിച്ചു ചുംബിച്ച് ദാഹിച്ചുറങ്ങും പ്രിയ മനോരാജ്യമേ, ഹേമാംബരാഡംബരാംഗിയായി മേവുന്ന ഹേമന്തരാത്രിതൻ മുഗ്ധ സൗന്ദര്യമേ, ഓടക്കുഴലിൻ സ്വരാമൃതമോ, നെഞ്ചിൽ ഓമർ ഖയാമിൻ്റെ, ചുണ്ടിൽ ഓമർ ഖയാമിൻ്റെ കയ്യിൽ ഓമർ ഖയാമിൻ്റെ മുന്തിരിപ്പാത്രമോ, ഷെല്ലി രചിച്ചൊരു അനശ്വര കാവ്യമോ. ഇതൊരു സിനിമ പാട്ടിൻ്റെ ആദ്യ ഭാഗം. നിഴലാട്ടം എന്ന സിനിമയിൽ വയലാർ എഴുതിയൊരു പാട്ടിൻ്റെ ആദ്യത്തെ പല്ലവിയാണ്. ഇത്രയും നീണ്ട പല്ലവിയാണ്. അതിലെന്തൊക്കെയുണ്ട്? ഷെല്ലി രചിച്ച ഒരു അനശ്വര കാവ്യം, ഓമർ ഖയാം, പിന്നെ ഹേമാംബരാഡംബരാംഗി. ഇത് വരുന്നത് ലളിതാ സഹസ്രനാമത്തിൽ നിന്നാണ്. ലളിതാ സഹസ്രനാമത്തിലൊരു ഭാഗം ഹേമാംബരാഡംബരാംഗി എന്ന് ഭഗവതിയെ, ദേവിയെ വർണ്ണിക്കുന്ന ഭാഗം തൊട്ട് ഷെല്ലിയും കീറ്റ്സും ഓമർ ഖയാമും ഒക്കെ ഒരു പാട്ടിൻ്റെ പല്ലവിയിൽ വന്ന് നിറയാൻ. മലയാളിയുടെ ഗാനബോധത്തെ മാത്രമല്ല, മലയാളിയുടെ സംഗീതബോധത്തെ, സംസ്കാരബോധത്തെ ഒരൊറ്റ പാട്ടുകൊണ്ടൊക്കെ വിശ്വതലത്തിലേക്ക് ഉയർത്താൻ വയലാറിന് സാധിച്ചിരുന്നു. വയലാർ ഒരുപക്ഷെ നിങ്ങൾ ബൈബിളിലെ ഉത്തമഗീതം വായിച്ചിട്ടുണ്ട്, സോങ് ഓഫ് സോങ്സ്. സോളമൻ്റെ അതിപ്രശസ്തമായ കാവ്യഭാഗമാണ്, ഏറ്റവും മനോഹരമായ കവിതയാണ്. ബൈബിളിൻ്റെ ഭാഷയിലാണ് ഏറ്റവും സുന്ദരമായ കവിതയുള്ളത്. അതിൽ പറയുന്നുണ്ടല്ലോ, നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപാർക്കാം, അതികാലത്ത് എഴുന്നേറ്റ് മാതളത്തോട്ടങ്ങളിൽ പോയി മാതളനാരകം പൂത്തിരിക്കുന്നോ എന്നും മുന്തിരിവള്ളികൾ തളിർത്തിരിക്കുന്നോ എന്നും നോക്കാം. അവിടെ വെച്ച് ഞാൻ നിനക്ക് എൻ്റെ പ്രണയം തരും യെരൂശലേം കന്യകമാരെ, ഞാൻ അവനെ ഓർത്ത് പ്രണയപരവശയായിരിക്കുന്നു. ഇങ്ങനെ അതിമനോഹരമായ കാവ്യഭാഷണമാണ്. ഇന്ന് ഗദ്യത്തിൽ എഴുതിയാൽ ഏറ്റവും മികച്ച കവിതയാകാവുന്നതാണ് ഈ ഉത്തമഗീതം. ഇത് ഒരുപക്ഷെ നമ്മൾ വായിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മൾ ഈ മുന്തിരിത്തോട്ടവും ഓമർ ഖയാമും ഷാരോൺ താഴ്വരയൊക്കെ പരിചയമില്ലേ? ഷാരോൺ താഴ്വരയൊക്കെ നമുക്ക് പരിചയപ്പെടുത്തിയത് ഈ പാട്ടുകളാണ്. പറുദീസയിലെ പകുതി വിരിഞ്ഞൊരു പാതിരാമലർ തേടി ഈ വഴിയരികിൽ ഒരുങ്ങി നിൽക്കുമോരിടയ കന്യക ഞാൻ, ഇടയ കന്യക ഞാൻ, അക്കര പച്ചയിലെ അഞ്ജനച്ചോലയിലെ ആയിരം ഇതളുള്ള പൂവേ. പാട്ടൊക്കെ കേട്ട ശരപ്പുള്ളിമുത്തുകൾ വാരി തൂകിയ ശരോണിലെ സന്ധ്യകളിൽ യെരൂശലേം കന്യക പോലെ ഒരുങ്ങി വന്നവളാണ് ഞാൻ. അപ്പോൾ ബൈബിളിൻ്റെ ഉത്തമഗീതത്തിൻ്റെ എസൻസാണ്. ONV മറ്റൊരു പാട്ടിലെഴുതുന്നുണ്ട്, അത്തിക്കായ്കൾ പഴുത്തല്ലോ ചെമ്മുന്തിരിവള്ളി തളിർത്തല്ലോ യെരൂശലേം കന്യകയാളെ വരൂ വരൂ വീണ്ടും. നിങ്ങൾ ആ കാലത്തെ പാട്ടുകൾ നോക്കിയാൽ സോളമൻ ആവർത്തിച്ച് വരുന്നുണ്ട്, ഷെല്ലിയും കീറ്റ്സും ഒക്കെ ആവർത്തിച്ച് വരുന്നുണ്ട്. ഒപ്പം നമ്മുടെ നാട്ടുപാട്ടുകൾ. ഭാസ്കരൻ മാഷാണ് നമ്മുടെ മാപ്പിളപ്പാട്ടുകൾ എത്ര പോപ്പുലറാക്കിയത്. മോയിൻകുട്ടി വൈദ്യരുടെ ഈണങ്ങളെയൊന്നും നമുക്ക് അത്ര പരിചയം ഉണ്ടായിരുന്നില്ല. ഒരു കാലത്ത് മലപ്പുറത്ത് ജീവിക്കുന്നവർക്ക് പോലും മോയിൻകുട്ടി വൈദ്യരുടെ ഈണങ്ങളെ അറിയില്ലായിരുന്നു. അത് ആദ്യമായിട്ടൊരു സിനിമയിലാണ് വന്നത്. സിനിമ പാട്ടായിട്ടാണ് മോയിൻകുട്ടി വൈദ്യരുടെ പ്രധാനപ്പെട്ട ഇശലുകളൊക്കെ വന്നത്. ആ സിനിമ ഓർമ്മയുണ്ട്, ഓളവും തീരവും എന്ന PN മേനോൻ്റെ സിനിമയിൽ ഒരു പ്രണയാന്തരീക്ഷം മോയിൻകുട്ടി വൈദ്യരുടെ ഇശലുകൾ കൊണ്ട് മാത്രമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് കമ്പോസ് ചെയ്തത് ബാബുരാജാണ്, പാടിയത് CA മുഹമ്മദ്, SM കോയയുടെ മരുമകൻ. നല്ല പാട്ടുകാരനായിരുന്നു, കോഴിക്കോട് മാപ്പിളപ്പാട്ടുകാരിൽ വളരെ പ്രശസ്തനായിരുന്നു. ആ പടം കണ്ടിട്ടുണ്ടാവും, ഒരുപക്ഷെ കുട്ടികൾ കണ്ടിട്ടില്ല, ഇതൊക്കെ കാണേണ്ടതാണ്. അതിൽ പറയുന്ന തടകി മണ്ണത്തെ സമയത്തിൽ ഉടനവനെത്തി മനതുള്ളിൽ മനസ്സി സരസിജ മുറ്റേ മധുരത്തിൻ ഹുസ്നു ജമാല അവളുടെ തരമഹതൊക്കെ മറന്നിട്ടും എന്നെ തുടഹാലാൽ. മലയാള ചലച്ചിത്രഗാനമാണ് മോയിൻകുട്ടി വൈദ്യരെ എല്ലാവർക്കുമായിട്ട് പരിചയപ്പെടുത്തിയത്. കണ്ടാറക്കട്ടും വെണ്ടരുളത്തക്കത്തുണ്ടതിലുണ്ടാനേ ഒരുത്തി കഹനിലുദിത്ത ഖമർപോൽ മുഖം കത്തി ലങ്കി മറിന്താനേ. ഈ കഹനിലുദിത്ത ഖമർ പോലെ ലങ്കി മറിയുക, ഇതൊക്കെ മോയിൻകുട്ടി വൈദ്യർ മാത്രം സംഭാവന ചെയ്ത പദങ്ങളാണ്. പിൽക്കാലത്ത് എത്രയോ പാട്ടുകളിൽ കാരക്കാത്തോട്ടത്തിൽ ലങ്കി മറിയുന്നവളെ എന്നൊക്കെ പാട്ട് വന്നില്ലേ? ഈ പാട്ടുകളൊക്കെ വന്നത് മോയിൻകുട്ടി വൈദ്യരുടെ വാക്കുകൾ, നമ്മൾ ആശയം, നമ്മൾ അന്തരീക്ഷം നമ്മൾ കടം കൊണ്ടുകൊണ്ടാണ്.
ഒയ്യേ എനിക്കുണ്ട് പയ്യൽ പീറായത്തിൽ ഒത്തൊരു മേത്ത് കള്ളിത്തും കൊണ്ട് ഒരുവൻ ഉറ്റൊരു വാക്ക് ഞാൻ തെറ്റിടാതെ ഹയ്യവൻ നാമത്തെ മൊയ്യും സൈനു തുജ ആമേയൻ നാമം നസീമത്തെൻറും നാങ്കൾക്കാശേയും വൻ വിശ്വാസം തന്നിൽ അരശൻ നീക്കാഹെന്നെ പിരിശത്തിൽ ചെയ്യുവാനും ആടും ദീനം വീട് കൂടുവാനും ദിവസം ആശയിൽ നീ ചെയ്യിച്ചോശ വീശി ഉരയുമൻ നാളെത്തി പെരിയതാമാശയും ഒട്ടല്ല സംകൃതം മുട്ടും മേളം എല്ലാം ഓർത്താലങ്കാര വാർത്ത എന്താ. 70കളിൽ ഈ പാട്ട് എല്ലാവരുടെയും പാട്ടായിട്ട്, മോയിൻകുട്ടി വൈദ്യരുടെയോ ഒരു വിഭാഗത്തിൻ്റെ പാട്ടല്ല, ചെറിയ പ്രവർത്തനമല്ല അവരൊക്കെ ചെയ്തത്. ജനങ്ങളിലേക്ക് ഈ പാട്ടുകളെ എല്ലാ വിഭാഗതയ്ക്ക് അതീതമായിട്ട് മാറ്റുകയാണ്. നാട്ടുപാട്ടുകൾ, കുറത്തിപ്പാട്ടുകൾ മാറി പുള്ളുവ പാട്ടുകൾ, രാഗാധിഷ്ഠിതമല്ലാത്ത പുള്ളുവ പാട്ടുകളെ അതിൻ്റെ രാഗം കണ്ടുപിടിച്ച് MT ഒരു സിനിമയ്ക്ക് വേണ്ടിയാണ് രാഘവ മാഷ് അവതരിപ്പിച്ചത്. ശ്രീ മഹാദേവൻ തൻ്റെ ശ്രീ പുള്ളോർക്കുടം കൊണ്ട് ഓമന ഉണ്ണീടെ നവർ പാടുന്നേൻ, ഓമന ഉണ്ണീടെ നവർ പാടുന്നേൻ, മുറ്റത്തോരുണ്ണീടെ പറ്റടി കാണാഞ്ഞ് ഉറ്റവരെ നിത്യം ഭജിച്ചു കൊതിച്ചമ്മ, വഴിയിലെത്താണി കെട്ടിക്കാമെന്നച്ഛൻ ദാഹവെള്ളവും പാലിക്കാമെന്നച്ഛൻ. ഈ പാട്ട് കേട്ടിട്ടുണ്ടോ? അത് ശുദ്ധമായ പുള്ളുവപ്പാട്ടിനെ സൗരാഷ്ട്രം എന്ന രാഗത്തോട് ചേർത്ത് ജനകീയമാക്കിയ ഒരു ജോലിയാണ് രാഘവൻ ആ പാട്ട് ചെയ്തത്. അത് തന്നെ എത്രയോ നാട്ടുപാട്ടുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഞങ്ങളും പോണേ പോണേ ഞങ്ങളും പോണേ പോണേ ഓ ഞങ്ങളും പോണേ, തെക്ക് തെക്കുള്ള തമ്പ്രാം പഠിക്കൽ മുറ്റമടിക്കണ കുഞ്ഞിപ്പെണ്ണിന് വന്നല്ലോ കല്യാണം, വന്നല്ലോ കല്യാണം, ചെക്കനും പെൺകൂട്ടരെ കണ്ടേ കുഞ്ഞിപ്പെണ്ണിന് ഭാഗ്യം വന്നേ, ഓ കുഞ്ഞിപ്പെണ്ണിന് ഭാഗ്യം വന്നേ, ഞങ്ങളും പോണേ പോണേ ഞങ്ങളും പോണേ പോണേ ഓ ഞങ്ങളും പോണേ ഞങ്ങൾ. ഈ ഈണം ആ പാട്ട് തന്നെ നാടൻ പാട്ടാണ്. താമറ്റാട്ട് ഗോവിന്ദൻകുട്ടി ശേഖരിച്ച നാടൻ പാട്ട് ശേഖരത്തിൽ നിന്നാണ് MT രണ്ട് പാട്ടും എടുത്തിട്ടുള്ളത്. പുള്ളുവ പാട്ടും എടുത്തിട്ടുള്ളത്, ഈ പാട്ടും എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഈ ഈണത്തിലെ നാടോടിത്തം ഇതേ ഓ അല്ല. നമ്മൾ തെക്കോട്ട് പോയാൽ ഈ ഓ മാത്രം നോക്കിയാലും ഇത് രാഘവ മാഷ് ചിട്ടപ്പെടുത്തിക്കൊണ്ടാണ് മലബാർ ഓ ആയത്, അല്ലേ? തിരുവിതാംകൂർ ഓ വേറെയാണ്. ഇതിന് ഈ ഓ ശബ്ദത്തിൽ വായ്ത്താരികളിൽ തന്നെ ദേശവ്യത്യാസങ്ങളുണ്ട്. മലബാർ കേൾക്കുന്ന പോലെയല്ല. അപ്പോൾ നിങ്ങൾ വേറൊരു ഉദാഹരണത്തിന് പാട്ട്, ഈ ഓ എന്ന വായ്ത്താരി ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട സംഗതികളാണ് പാട്ടിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ദേവരാജൻ മാസ്റ്ററുടെ ഒരു ഈണം, ഇവിടെയോരോ ജീവതരംഗവും ഇണയെ തേടും രാവിൽ, നാണത്തിൽ മുങ്ങിയ കായലിൻ കവിളിൽ നഖചിത്രമെഴുതും നിലാവിൽ, നീയും ഞാനും നമ്മുടെ പ്രേമവും കൈമാറാത്ത വികാരമുണ്ടോ? ഓ ഓ ഓ ഇത് രണ്ടും ഓ തന്നെയാണ്, വ്യത്യാസമില്ലേ? എത്രയോ ഉദാഹരണങ്ങൾ പറയാം. ആമ്പൽ പൂവേ ഇതൊരു പാട്ടുണ്ട്. അതിൽ ഏലം ഏലം ഏലേലം എന്ന് പറഞ്ഞിട്ടൊരു ഹമ്മിങ് ഉപയോഗിച്ചിട്ടുണ്ട്.
ഓ എന്നൊരു ഹമ്മിങ് അതിലുണ്ട്. ഇങ്ങനെ എത്രയോ ഹമ്മിങ്ങൾ കൊണ്ട് കേരളത്തിൻ്റെ വിവിധ സംസ്കാരങ്ങളിലെ ചിരാർജിതമായ നാട്ടു സംസ്കൃതിയെ ജാതി മതവർണ്ണവർഗ വ്യത്യാസമില്ലാതെ നമ്മുടെ പാട്ട് സംസ്കാരത്തിൻ്റെ ഭാഗമാക്കി തീർക്കുക എന്ന ചരിത്രപരമായ പ്രധാന ദൗത്യം നമ്മുടെ ചലച്ചിത്ര ഗാനങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. നിർഭാഗ്യവശാൽ നമ്മുടെ അക്കാഡമിസ്റ്റുകൾ എന്തുകൊണ്ടോ ആ മേഖലയിലേക്ക് അന്വേഷിച്ചിട്ടില്ല. അത് വരികളിൽ മാത്രമല്ല, സാഹിത്യത്തിൽ എത്രയോ ഉണ്ട്. സാഹിത്യത്തിന് പറഞ്ഞാൽ തീരില്ല. കാളിദാസനെ പരിചയപ്പെടുത്തി തന്നു, വാത്മീകിയ വ്യാസനെ, ലോകത്തുള്ള എല്ലാ കൃതികളെയും. വള്ളത്തോളിൻ്റെ വെണ്ണ തോൽക്കും ഉടലിൽ സുഗന്ധിയാമെണ്ണ തേച്ചരയിൽ ഒറ്റമുണ്ടുമായി തിണ്ണമേലമരുമന്ന താങ്കി മുക്കണ്ണനേകി മിഴികൾക്കൊരുത്സവം. പെട്ടനാട്ടിൽ ജീവിച്ച കവിയാണ്. ഈ വരികൾ നിങ്ങൾ കേട്ട് കാണാൻ വഴിയില്ല, പഠിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോൾ. പക്ഷേ ഈ പാട്ടിനെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് സിനിമ പാട്ടാണ്. ഈ വരികളെ വയലാറാണ്. വെണ്ണ തോൽക്കും ഉടലിൽ. നിങ്ങൾക്ക് വെണ്ണ തോൽക്കും ഉടലിൽ കേൾക്കുമ്പോൾ ആദ്യം ഒരു പാട്ട് ഓർമ്മ വരും. വെണ്ണത്തോൽക്കുമുടലോടെ ഇളം വെണ്ണിലാവിൻ തളിർ പോലെ രാഗിണി മനോഹാരിണി രാത്രി രാത്രി വിടരും നീ അനുരാഗ പുഷ്പിണി വെണ്ണത്തോൽക്കുമുടലോടെ. അല്ലേ? വള്ളത്തോളിൽ അറിയില്ലെങ്കിലും ആ സംസ്കാരം നമുക്ക് മനസ്സിലാവും. വെണ്ണ തോൽക്കുമുടലിൽ സുഗന്ധിയാമെണ്ണതെ ചരയിലൊറ്റമുണ്ടുമായി. അരയിലൊറ്റ മുണ്ടൊടുത്ത പെണ്ണേ അണിവൈരക്കമ്മലിട്ട പെണ്ണേ ആടിവാ തുള്ളിയോടിവാ ആടിമാസ പുലരി പെണ്ണേ. ഇങ്ങനെ ഓരോ പാട്ടെടുത്ത് നിങ്ങൾ ആ പാട്ടിൻ്റെ റൂട്ട് അന്വേഷിച്ചു പോയാൽ കേരളത്തിൽ കഴിഞ്ഞ അനേകം സഹസ്രാബ്ദങ്ങളായി ജനങ്ങൾ കൊണ്ടുനടന്ന പാട്ടുവഴക്കങ്ങൾ, നമ്മുടെ കാവ്യ പാരമ്പര്യങ്ങൾ, അതോടൊപ്പം ലോക കവിതയിലെ കാവ്യാത്മകമായ അനേകം സന്ദർഭങ്ങൾ, ലോക സംഗീതത്തിൻ്റെ മാനുഷിക ഭാവങ്ങൾ, ഇതിനൊക്കെ കടം കൊണ്ടും അതിനൊക്കെ ഏറ്റെടുത്തും നമ്മുടെ ഭാഷാ സംസ്കൃതിയിലേക്ക് സംയോജിപ്പിക്കുക എന്ന ജനകീയമായ ഒരു ജോലിയാണ് ചലച്ചിത്ര ഗാനങ്ങൾ ചെയ്തത്. 2-3 തരത്തിൽ. ഒന്നതിൻ്റെ സാഹിത്യം, മറ്റൊന്നതിൻ്റെ സംഗീതം. ഇത് രണ്ടും കൊണ്ടുകൂടിയാണ് ആളുകൾ സ്വീകരിച്ചത്. ആശാൻ്റെ കവിത മോശമായ കവിതയായിട്ടല്ല, പക്ഷേ ആശാൻ്റെ കവിത കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് ഒരു ന്യൂനപക്ഷമാണ്. ഒരു കാലത്ത് കഥാപ്രസംഗകരാണ് ഈ കാവ്യങ്ങളൊക്കെ നിരക്ഷരിലേക്ക് എത്തിച്ചു കൊടുത്തത്. കരുണയൊക്കെ പറഞ്ഞത് KK വാദ്യർ എന്ന് പറയുന്ന ഒരു കാഥികനാണ്. ആയിരക്കണക്കിന് വേദികളിൽ പറഞ്ഞു. ചങ്ങമ്പുഴയുടെ രമണൻ മാത്രം കടാമംഗലം സദാനന്ദൻ 4500 വേദികളിൽ പറഞ്ഞു. വാഴക്കുല 3000 വേദികളിൽ പറഞ്ഞു. വയലാറിൻ്റെ ആയിഷ സാംബശിവൻ 8000-ഓളം വേദികളിൽ പറഞ്ഞു. തിരുനെല്ലൂർ കരുണാകരൻ്റെ റാണി സാംബശിവനും കടാമംഗലവും ഇടക്കൊച്ചി പ്രഭാകരനും ഒക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഈ കവിത ജനകീയമായത്. 2ാം ഘട്ടത്തിൽ ഈ കവിതയുടെ മുഴുവൻ സംസ്കൃതിയെ കറന്നെടുത്തിട്ടാണ് വയലാറും ONV-യും P. ഭാസ്കരനും ശ്രീകുമാരൻ തമ്പിയും യൂസഫലി കച്ചേരിയും തൊട്ടുള്ള അനവധി പേർ അന്ന് അവരുണ്ടാക്കിയെടുത്തൊരു സംസ്കാരം ഒരു മാനകരേഖയായിട്ട് നിൽക്കുകയാണ്. മോശം പാട്ട് എഴുതിയാൽ ഇപ്പോഴും ആളുകൾ ചോദ്യം ചെയ്യും. അല്ല, പലപ്പോഴും ആളുകൾ ചോദ്യം ചെയ്യുന്നത് നമുക്കൊരു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡം ഉണ്ടാക്കിയത് ഇവരൊക്കെ കൂടിയാണ്. പലപ്പോഴും ഉദാത്തമായ ഉപനിഷത്തുകൾ പോലെയാണ്. നിങ്ങൾ വിശ്വസിക്കാത്തൊരു പാട്ടുണ്ട്. പ്രളയപയോധിയിൽ ഉറങ്ങിയുണർന്നൊരു പ്രഭാമയൂഖമേ കാലമേ, പ്രകൃതിയും ഈശ്വരനും ഞാനും നിൻ്റെ പ്രതിരൂപങ്ങളല്ലേ. ഇത്രയും ആഴമേറിയ ഒരു ഈശ്വര ദർശനം, ഇത്രയും സങ്കീർണമായ ഒരു കാലദർശനം ലോകത്തെ ഒരു കവിതയിലുണ്ടായിട്ടില്ല. പ്രളയപയോധിയിൽ ഉറങ്ങിയുണർന്നൊരു പ്രഭാമയൂഖമേ കാലമേ, പ്രകൃതിയും ഈശ്വരനും ഞാനും നിൻ്റെ പ്രതിരൂപങ്ങളല്ലേ. ഈശ്വരനെയും കാലത്തെയും കുറിച്ച് ഇതിലപ്പുറം എങ്ങനെ നിർവചിക്കാം? ഇത് ഒരു പല്ലവിയാണ്. അതിൻ്റെ ചരണം, ആദ്യത്തെ ചരണം, മന്വന്തരങ്ങൾ ജനിച്ചു മരിക്കുമീ മൺമതിൽക്കെട്ടിനു മുകളിൽ ഋതുക്കൾ നിൻ പ്രിയ മാനസപുത്രികൾ ഇടം വലം നിൽക്കും തേരിൽ സൗരയൂഥങ്ങളിൽ നീ വന്നു വിതയ്ക്കും സൗരഭ്യമെന്തൊരു സൗരഭ്യം കാലമേ, ഇനി എത്ര വസന്തങ്ങൾ കഴിഞ്ഞാലും ഈ സൗരഭ്യം എനിക്കു മാത്രം. ഇതൊരു ചരണമാണ്. ഇത് വിസ്തരിക്കണമെങ്കിൽ ദിവസങ്ങൾ വേണം. ഈ ചരണം ഇങ്ങനെ വാർത്തിട്ട് 2ാമത്തെ ചരണം അതേ മീറ്ററിൽ അതിനേക്കാൾ ആശയഗംഭീരമായി ഉണ്ടാക്കുക എന്ന ചലഞ്ചാണ്. അതിൻ്റെ സ്റ്റാമിനയാണ് ഒരു പാട്ടെഴുത്തുകാരൻ നേരിടുന്ന ഏറ്റവും വലിയ ചലഞ്ച്. അടുത്ത ചരണം, സ്വർണ്ണപാത്രം കൊണ്ട് സത്യം മറയ്ക്കുമീ സംക്രമസന്ധ്യതൻ നടയിൽ പ്രപഞ്ചം ചുണ്ടിൽ നിൻ നാമാക്ഷരവുമായി പ്രദക്ഷിണം വയ്ക്കും വഴിയിൽ
സ്വർഗദീപാവലി നീ വന്നു കൊളുത്തും സൗന്ദര്യം എന്തൊരു സൗന്ദര്യം, കാലമേ ഇനി എത്ര ജന്മങ്ങൾ കഴിഞ്ഞാലും ഈ സൗന്ദര്യം എനിക്കു മാത്രം. ഇത് മാത്രം വിസ്തരിക്കാൻ 10 ദിവസം തന്നാലും എനിക്ക് പൂർത്തിയാക്കാൻ പറ്റില്ല. ഒരു പുതിയ കവിത വായിച്ച് ഇത്രയൊന്നും ക്ലേശിക്കേണ്ടി വരില്ല. ഒരു പുതു കവിതയുടെ എത്രയോ ഇരട്ടിയാണ് ഒരു പാട്ടിനകത്ത് വയലാർ സഞ്ചയിച്ചു വെച്ച ദർശനം, സൗന്ദര്യം. എത്രയോ പാട്ടുകൾ അങ്ങനെ ഉദാഹരിക്കാൻ പറ്റും. വാനവും ഭൂമിയും തീയും ജലവും വായുവും നിർമ്മിച്ച വിശ്വശില്പി, മണ്ണിലെ മനുഷ്യൻ്റെ അന്തരാത്മാവിൽ നീ നിന്നിലെ നിന്നെ കൊളുത്തി വച്ചു. ദൈവത്തെക്കുറിച്ച് ഒരു സാധാരണ പാട്ടാണ്. വാനവും ഭൂമിയും തീയും ജലവും വായുവും നിർമ്മിച്ച വിശ്വശില്പി, മണ്ണിലെ മനുഷ്യൻ്റെ അന്തരാത്മാവിൽ നീ നിന്നിലെ നിന്നെ കൊളുത്തി വച്ചു. നമുക്ക് പ്രണയമുണ്ടാക്കി തന്നത് വയലാറും ഭാസ്കരനും വൈൻവിയൊക്കെയാണ്. അതും ആശാൻ കൊണ്ടുതന്നൊരു ആത്മീയ പ്രണയമുണ്ട്. കരുണയിൽ ഉപഗുപ്തനോട് വാസവദത്തയ്ക്ക് പ്രണയമാണ്. അത് എത്ര തവണ പറഞ്ഞിട്ട് സമയമായില്ല എന്ന് പറഞ്ഞതാണ്. കരുണ നിങ്ങൾ പഠിച്ചു കാണും അല്ലേ? സമയമായില്ല പോലും എന്ന് പറഞ്ഞ് അവസാനം ശരീരമാസകലം വെട്ടിയെരിഞ്ഞ് കബന്ധസ്വരൂപമായി മരണം കാത്തു കിടക്കുമ്പോഴാണ് പ്രണയത്തിന് സമയമായി എന്ന് ആശാൻ തിരിച്ചറിയുന്നത്. ആശാനല്ല, ഉപഗുപ്തൻ തിരിച്ചറിയുന്നത്. ഉപഗുപ്തൻ വരുന്നു. അതിനു മുമ്പ് കരുണയിലൊരു വരിയുണ്ട്: പ്രേമമേ നിൻ പേര് കേട്ടാൽ പേടിയാം വഴിപിഴച്ച കാമകിങ്കരന്മാർ ചെയ്യും കടുങ്കൈകളാൽ. പ്രേമമെന്ന് കേട്ടാൽ തന്നെ പേടിയാണ് ഈ വഴിപിഴച്ച കാമകിങ്കരന്മാർ കാട്ടിക്കൂട്ടുന്ന കടുങ്കൈകൾ കൊണ്ട്. പക്ഷേ അവസാനം മരിക്കാൻ പ്രാണൻ പിടഞ്ഞു പോകുന്ന സന്ദർഭത്തിൽ, ശരീരം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ലാത്ത സന്ദർഭത്തിൽ, അക്കിടപ്പിലും അവൾ ആ യുവമുനിയെ വീക്ഷിപ്പാൻ പൊക്കിയിടുന്നു തല. രാഗവൈഭവം കണ്ടോ? ശരീരം ഒന്നിനും പറ്റാതെയായിട്ടും ആ കിടപ്പിലും അവൾ ആ യുവമുനിയെ വീക്ഷിപ്പാൻ പൊക്കിയിടുന്നു തല. രാഗവൈഭവം കണ്ടോ? പ്രേമത്തിൻ്റെ വൈഭവം കണ്ടോ? ഉടലുകളുടെ ഉത്സവമല്ല പ്രണയം, ഉയിരുകളുടെ ആനന്ദമാണെന്ന് മലയാളത്തെ പഠിപ്പിച്ച വലിയ കവിയാണ് ആശാൻ. ഈ ആശയമാണൊരു പക്ഷേ വയലാറിനെ പോലുള്ള ആളുകൾ, വയലാർ ചിലപ്പോൾ കുറച്ച് കുഴപ്പമൊക്കെ കാണിക്കുമെങ്കിലും ONV ഭാസ്കരനൊന്നും ഒരിക്കലും പ്രണയത്തെ അങ്ങനെ ഈ എന്താ പറയുക, ഇപ്പോൾ എൻ കരളിൽ താമസിച്ചാൽ ഉമ്മ തരാം രാക്ഷസി എന്ന് പറയുന്ന പോലത്തെ പാട്ടൊന്നും നോക്കി മാറ്റിയിട്ടില്ല അല്ലേ? കേരളത്തിലാണ് ആദ്യമായിട്ട് ഈ കാമുകിയെ രാക്ഷസി എന്ന് വിളിക്കുന്ന പാട്ടുണ്ടായത്. എൻ കരളിൽ താമസിച്ചാൽ ഉമ്മ തരാം രാക്ഷസി. എൻ്റെ ഒരു മാനേജർ ഫീൽഡിൽ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോൺ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നു. 10-15 തവണ അടിച്ചപ്പോൾ ഞാൻ പോയി നോക്കിയപ്പോൾ അതിൽ രാക്ഷസി കോളിംഗ് എന്നാണ് വരുന്നത്. അപ്പോൾ അദ്ദേഹം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഒരു രാക്ഷസി സാറിനെ വിളിച്ചിരുന്നു. അയ്യോ, അവൾ ഇങ്ങോട്ട് വിളിച്ചോ? അപ്പോൾ കാമുകിയെ കോടി ചെയ്ത് വെച്ചിരിക്കുകയാണ് രാക്ഷസി. അപ്പോൾ ഈ രാക്ഷസിയാക്കി കാമുകിയെ മാറ്റിയ ഒരു പരിവർത്തനം എളുപ്പത്തിൽ നടന്നതല്ല. പെട്ടെന്നത് ഒരു കാലത്തെ മാറ്റി. കൊക്കൊക്കെ കോഴി ചില്ലി ചിക്കൻ പീസായി നിന്നെ അങ്ങനെ പാടില്ലേ? ചില്ലി ചിക്കൻ പീസായി നിന്നെ കൊത്തി വിഴുങ്ങും ഞാൻ തന്നെയല്ലേ? പ്രേമം മൂത്താൽ കാമുകൻ ചെയ്യേണ്ടത് കാമുകിയെ പീസാക്കിയിട്ട് തട്ടുകയാണെന്നാണ് ഒരു പ്രണയബോധമണ്ഡലം പിൽക്കാല കവികൾ ഉണ്ടാക്കി. അതുകൊണ്ടാണ് ഈ കാമുകന്മാരൊക്കെ കാമുകിമാരെ കുത്തിക്കൊല്ലുന്നത് അല്ലേ? തിരിച്ച് കാമുകിമാർ ജ്യൂസ് കൊടുത്ത് കൊല്ലാൻ തുടങ്ങിയിരുന്നു. അതിപ്പോൾ തൽക്കാലം നിന്നു. അപ്പോൾ ഈ ഹിംസയാണ് പ്രണയം എന്ന ഒരു ബോധമായിരുന്നില്ല. ആശാൻ തന്ന ആത്മാവിൻ്റെ ആനന്ദമാണ്, ആത്മീയതയാണ് പ്രണയം. അതാണ് കേരളത്തിനുണ്ടായ വലിയൊരു ഭാഗ്യം. ഒരേ സമയത്ത് സമരവും പ്രണയവും നമുക്ക് ഒന്നിച്ചാണ് കിട്ടിയത്. മിശ്ര വിവാഹങ്ങളൊക്കെ അങ്ങനെയാണ് ഉണ്ടായത് ആ കാലത്ത്. ധാരാളം ആളുകൾ ജാതി മത വർണ്ണവർഗ ഭേദമില്ലാതെ പ്രണയിച്ചു. മാത്രമല്ല വയലാറൊക്കെ കാമുകിമാരെ ചക്രവർത്തിനി, പ്രേമ സർവസ്വമേ, മാനസ മൈനെ, എന്തൊക്കെ പേരുകൾ, ചക്രവർത്തിനി, അങ്കനമാർ മൗലെ, അംശുമതി ബാലെ, അനങ്ക കാവ്യകലെ, മാനസേശ്വരി അല്ലേ? ഒരു കാമുകിയെ മാനസേശ്വരി എന്നൊക്കെ ആരെങ്കിലും വിളിക്കും? മാനസേശ്വരി മാപ്പുതരൂ, മറക്കാൻ നിനക്ക് മടിയാണെങ്കിൽ മാപ്പുതരൂ. അതിലെ വരികളുടെ ആന്തരാർത്ഥമൊക്കെ ഗംഭീര. ജന്മജന്മാന്തരങ്ങളിലൂടെ രണ്ട് സ്വപ്നാടകരെ പോലെ കണ്ടുമുട്ടിയ നിമിഷം നമ്മൾക്കെന്താത്മ നിർവൃതിയായിരുന്നു. അവിടെ ഉണ്ട് എത്രയോ വേറെ ഒരുപാട് പാട്ടുകൾ വയലാറിൻ്റെ ഓർമ്മ വരുന്നത്. പ്രണയത്തെ നിർവചിച്ച എത്രയോ പാട്ടുകൾ. മണവാട്ടി എന്നൊരു പടത്തിൽ പാടുന്നുണ്ടല്ലോ. ഏകയായി എൻ മണിയറയിൽ വന്നു അവൾ വന്നു, വീണ്ടും ഹൃദയം തളിരിട്ടു, വീണപൂക്കൾ വിടർന്നു,
ദേവദാരു പൂത്ത നാളൊരു ദേവകുമാരിയെ കണ്ടു ഞാൻ. അങ്ങനെ പറഞ്ഞു പോയാൽ തീരുകയില്ല. വയലാറായാലും ഭാസ്കർ വൈൻവി ആണെങ്കിൽ ചിലപ്പോൾ ഒരു ദളം മാത്രം വിരിയുന്ന ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു, തരള കപോലങ്ങൾ നുള്ളി നോവിക്കാതെ തഴുകാതെ ഞാൻ നോക്കി നിന്നു, അല്ലേ? നോക്കി നിന്ന് വെള്ളം ഇറക്കുന്നൊരു കാമുകനെ വൈൻവിയാണ് തൊട്ടില്ല, ശരീരത്തിൽ തൊടാതെ തഴുകാതെ നോക്കി നിൽക്കുന്ന ഇങ്ങനെ ഒരു ആത്മീയ പ്രണയം സാധ്യമാണ്. മലയാളിയുടെ പ്രണയസങ്കല്പവും സമരസങ്കല്പവും മരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല, തോൽക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല, മുതലാളിത്തമേ നിൻ മുന്നിൽ ഇനി മുട്ടുമടക്കാൻ മനസ്സില്ല. ഇതൊക്കെ വയലാർ എഴുതിയതാണ്. വെടിവെച്ചാൽ അവർ വീഴില്ല, അടിച്ചുടച്ചാൽ തകരില്ല, മജ്ജയല്ലത് മാംസമല്ലത് ദുർജയ നൂതന ജനശക്തി. ഓരോ തുള്ളിച്ചോരയിൽ നിന്നും 1000 പേരുയരുന്നു, അവർ നാടിൻ മോചന രണാങ്കണത്തിൽ പടരുന്നു. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പാട്ടിലാക്കിയ ലോകത്തെ ഒരേ ഒരു കവിയുള്ളൂ, അത് വയലാർ രാമവർമ്മയാണ്. സർവരാജ്യ തൊഴിലാളികളെ കേട്ടിട്ടില്ലേ? സർവരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ, സംഘടിച്ച് ശക്തരാകുവിൻ, യുണൈറ്റ്. മാനിഫെസ്റ്റോയുടെ ദർശനമാണ് ഒറ്റ പാട്ടിൽ. ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റുകാർ മാത്രമേ മാനിഫെസ്റ്റോ വായിച്ചിട്ടുണ്ടാവുള്ളൂ. എല്ലാവരും സർവ്വരാജ്യ തൊഴിലാളികളെ എന്ന് പാടിയത്, സകല കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർ പോലും പാടിയത് ഈ പാട്ടുണ്ടായതുകൊണ്ടല്ലേ. സത്യത്തിൽ ഈ വയലാറിനെയൊക്കെ പാർട്ടിക്കാർ പല നിലയ്ക്ക് ആദരിക്കേണ്ടതാണ്. കാരണം പാർട്ടിക്കാർ വിളിച്ചാൽ കൂടെ അനുയായികളല്ലേ വിളിക്കുകയുള്ളൂ. ലോകത്തുള്ള സകല പിന്തിരിപ്പന്മാരും സർവ്വരാജ്യ തൊഴിലാളികളെ എന്ന് പാടി. നഷ്ടപ്പെടുവാൻ വിലങ്ങുകൾ, കിട്ടാനുള്ളത് പുതിയൊരു ലോകം. ഇങ്ങനെ വയലാറിൻ്റെ പാട്ടുകളിലെ സമരസങ്കല്പങ്ങൾ മാത്രം എടുത്തു നോക്കൂ. ഭാസ്കരൻ്റെ സമരസങ്കല്പങ്ങൾ, എല്ലാ നിറവും ഞങ്ങളുടെ വർണ്ണം, എല്ലാ കൊടിയും ഞങ്ങളുടെ പതാക, എല്ലാ ജാതി മതസ്ഥന്മാരും സമരസഖാക്കൾ ഞങ്ങൾക്ക്. പി ഭാസ്കരൻ എഴുതുകയാണ്. ഇങ്ങനെ ഓരോ ഏരിയ, പ്രകൃതി, ഇത്രയേറെ പ്രകൃതിയെ നിർവചിച്ച മലകൾ, പുഴകൾ, പൂവനങ്ങൾ, ഭൂമിക്ക് കിട്ടിയ സ്ത്രീധനങ്ങൾ, സന്ധ്യകൾ, മന്ദാരചാമരം വീശുന്ന ചന്ദന ശീതള മണപ്പുറങ്ങൾ, ഇവിടമാണ് ഇതിഹാസരൂപിയാം ഈശ്വരൻ ഇറങ്ങിയ തീരം. വയലാർ എഴുതുകയാണ്. പ്രണയത്തെക്കുറിച്ച് തന്നെ ഇതിഹാസങ്ങൾ ജനിക്കും മുമ്പേ, ഈശ്വരൻ ജനിക്കും മുമ്പേ പ്രകൃതിയും കാലവും ഒരുമിച്ച് പാടി പ്രേമം ദിവ്യമാമൊരനുഭൂതി. പ്രകൃതിയും കാലവുമാണ് ഒരുമിച്ച് പാടുന്നത്. 44 നദികളെക്കുറിച്ചും വയലാറും ഭാസ്കരനും ഒക്കെ എഴുതി. പെരിയാറെ പർവ്വതനിരയുടെ പനിനീരെ, 1000 പാദസരങ്ങൾ കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയും ഒഴുകി, നീർവഞ്ചികൾ പൂത്തു, നീർമാതളം പൂത്തു, ചന്ദ്രഗിരിപ്പുഴയിൽ നിന്നോട് ചന്ദനത്തോണി വന്നെടുത്തു, കല്ലായിപ്പുഴയൊരു മണവാട്ടിയോ. അത് യൂസഫലി കച്ചേരിയാണ്. നിങ്ങൾ കേരളത്തിലെ എല്ലാ പുഴകളും പാട്ടിൽ വന്നു. ഒരു പാട്ടിൽ വയലാർ എഴുതിയിട്ടുണ്ട്, പള്ളാത്തുരുത്തിയാറിൽ ഒരു നല്ല നിലാവുള്ള രാവിൽ. ഞാൻ നോക്കുമ്പോൾ വയലാർ ഇല്ലാത്തൊരാറിനെ കുറിച്ച് എഴുതാൻ വഴിയില്ല. അന്വേഷിച്ച് നടന്നപ്പോൾ ആലപ്പുഴയിൽ നിന്ന് എറണാകുളത്തേക്ക് വരുന്ന വഴിയിൽ പള്ളാത്തുരുത്തിയാർ എന്ന് പറയുന്ന ഒരു ആറുണ്ട്. കൈതപ്പുഴ കായലിലെ കാറ്റിൻ്റെ, അപ്പം ഞാൻ കായലിനെ പുഴ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഒരു കായലിൻ്റെ പേര് കൈതപ്പുഴ കായലെന്നാണ്. അഷ്ടമുടിക്കായലിലെ അന്ന നടത്തോണിയിലെ ചിന്ന കിളി ചിങ്കാരക്കിളി ചൊല്ലുമോ എന്ന് നിനക്കിഷ്ടമാണോ ഒക്കെ പുഴയുടെ പശ്ചാത്തലത്തിലാണ്, കായലുകളുടെ മണിമലയാറിൻ തീരത്ത് മാൻതുള്ളും മലയോരത്ത് 4 മണിപ്പൂനുള്ളി നടക്കും നാടൻ പെണ്ണെ വന്നാട്ടെ. എല്ലാ പുഴകളെയും നിങ്ങൾക്കറിയാം. അച്ഛൻ കോവിലാറിനെ അറിയാം. പമ്പാ നദിയിലെ പൊന്നിന് പോകും പവിഴവലക്കാര. ഏത് നദിയാണ് പാട്ടിൽ വരാത്തത്? ഏത് ഞാറ്റുവരെയാണ് പാട്ടിൽ വരാത്തത്? സഹ്യാദ്രി സാനുക്കൾ എനിക്കു നൽകിയ സൗന്ദര്യ ദേവത നീ. സഹ്യാദ്രി മൊത്തം ഒരു പ്രണയഗാനത്തിലേക്ക് വയലാർ കടമെടുത്തു. ഇനിയിപ്പോൾ ഏതായാലും ആനമല എന്നൊക്കെ പറഞ്ഞാൽ ഈ ആൾക്കാർക്ക് പ്രയാസം വേണ്ട. സഹ്യാദ്രി സാനുക്കളെ ഒന്നിച്ച് ഇങ്ങനെ പുഴകൾ, മലകൾ, കായലുകൾ, നമ്മുടെ 44 നദികളും നിറഞ്ഞൊഴുകിയ കാലമായിരുന്നു. നമ്മുടെ ഋതുക്കളൊക്കെ നമുക്ക് തൊട്ടറിയാൻ പറ്റിയ കാലമായിരുന്നു. പുതിയ കുട്ടികൾക്ക് നിർഭാഗ്യവശാൽ ഋതുക്കളുടെ പേര് പോലും അറിയാൻ സാധ്യതയില്ല. ഋതുക്കൾ അനുഭവിക്കാറുണ്ടോ? നമുക്ക് വസന്തമൊക്കെ ഉണ്ട്. വാസ്തവത്തിൽ 6 ഋതുക്കളും കേരളത്തിലില്ലെങ്കിലും 4 ഋതുക്കളെങ്കിലും സമൃദ്ധമായിട്ട് വരുന്നുണ്ട്. ഇതൊക്കെ പാട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ ഋതുക്കളെയും രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്, എല്ലാ വികാരങ്ങളെയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. തളിർവലയോ താമരവലയോ, ആ പാട്ടിൽ പറയുന്നുണ്ട്, വേമ്പനാട്ട് കായൽക്കരയിൽ വെയിൽ പിറാവു ചിറകുണക്കും ചീനവലക്കരികിൽ. ചീനവല, കേരളത്തിൻ്റെ എന്തൊക്കെ സംസ്കാരങ്ങളുണ്ടോ അതൊക്കെ പാട്ടിൽ വന്നിട്ടുണ്ട്. സാധാരണ ഒരിക്കലും ചെയ്യാത്ത ഒരു മീനിൻ്റെ പേരിലൊരു പാട്ട് തുടങ്ങിയിട്ടുണ്ട്. അതും മനുഷ്യൻ കേൾക്കാത്തൊരു മീനാണ്. മാനത്ത് കണ്ണി എന്നൊരു മീനിനെ കേട്ടിട്ടുണ്ടോ?
മാനത്ത് കണ്ണിച്ചൊരു മീനുണ്ട്, ചെറിയൊരു മീൻ, അതിൻ്റെ തലയ്ക്ക് മുകളിലാണ് വെളിച്ചം, മുകളിൽ നിന്ന് നോക്കിയാൽ വെളിച്ചം കാണും. ഒരു പ്രണയഗാനം തുടങ്ങുന്നത് മാനത്തു കണ്ണികൾ മയങ്ങും കയങ്ങൾ മനോരമേ നിൻ നയനങ്ങൾ അവയിൽ മുഖം നോക്കും എൻ്റെ വികാരങ്ങൾ ആവേശഭരിതങ്ങൾ. അങ്ങനെ നമ്മുടെ പ്രകൃതിയെ, നമ്മുടെ ഋതുക്കളെ, നമ്മുടെ ജാതി മത വർണ്ണവർഗ വ്യത്യാസമില്ലാത്ത മാനവികതയെ, നമ്മുടെ സ്വപ്നങ്ങളെ വിലപ്പെട്ടതാക്കിയത് ചലച്ചിത്രഗാനങ്ങളാണ്. സ്വപ്നങ്ങളെ, നിങ്ങൾ സ്വർഗകുമാരികളല്ലോ, നിങ്ങൾ ഈ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ നിശ്ചലം ശൂന്യമേ ലോകം. ഇന്ദ്രനീലം കൊണ്ട് മാനത്ത് തീർത്തൊരു ഗന്ധർവ രാജാങ്കണത്തിൽ ചന്ദ്രിക ചാലിച്ച ഗന്ധർവ രാജാങ്കണത്തിൽ അപ്സരകന്യകൾ പെറ്റുവളർത്തിയ ചിത്രശലഭങ്ങൾ നിങ്ങൾ, സ്വർഗത്തിൽ നിന്നും വിരുന്നു വരാറുള്ള ചിത്രശലഭങ്ങൾ നിങ്ങൾ, ഞാൻ അറിയാതെ എൻ്റെ മാനസ ജാലകവാതിൽ തുറക്കുന്നു നിങ്ങൾ. അങ്ങനെ സ്വപ്നം അവസാനിച്ചില്ല. സ്വർണ്ണച്ചാമരം വീശിയെത്തുന്ന, അതൊക്കെ നല്ല കവിതയാണ്. സ്വർണ്ണച്ചാമരം വീശിയെത്തുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ, സ്വർഗസീമകളുമ്മ വയ്ക്കുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ. അങ്ങനെ പാടിയ ആളുള്ളത് ഓർക്കില്ല. സ്വർണ്ണച്ചാമരം വീശിയെത്തുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ, സ്വർഗസീമകൾ ഉമ്മ വയ്ക്കുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ. ഹർഷലോലനായി നിത്യവും നിന്റെ ഹംസതൂലിക ശയ്യയിൽ വന്നു പൂവിടുമായിരുന്നു ഞാൻ എന്നുമേ പർണശാലയിൽ. പ്രണയം ഒരു പർണശാലയാണ്, പ്രേമ സന്യാസിനിയാണ്. നിന്റെ തപോവനത്തിൽ ഞാൻ വന്നു എന്നാണ്. രാത്രി പകലിനോടെന്ന പോലെ യാത്ര ചോദിക്കുന്നു. ഒരിക്കലും യാത്ര ചോദിക്കാൻ പറ്റില്ല. നിന്റെ ദുഃഖാർദ്രമാം ഓർമ്മതൻ വീഥിയിൽ എന്നെ എന്നെങ്കിലും നീ കാണും. ഒരിക്കൽ നീ എൻ്റെ കാൽപ്പാടുകൾ കാണും. അത് കഴിഞ്ഞ് മറ്റൊരു പാട്ടിൽ പറയുന്നു, നടന്നും തളർന്നും തലമുറകൾ വന്ന് ചവിട്ടിക്കുഴച്ചിട്ട വീഥികളിൽ പതിഞ്ഞ നമ്മൾ തൻ കാലടിപ്പാടുകൾ പൊടി വന്ന് മൂടിക്കിടന്നു. അല്ലേ? ഇത് വെറുതെ ഇങ്ങനെ പറഞ്ഞാൽ മതി. വാസ്തവത്തിൽ ഇതിനൊന്നും സമയം പോരാ. പക്ഷേ ഒരു വയലാർ സപ്താഹമോ ONV സപ്താഹമോ പി ഭാസ്കരൻ സപ്താഹമോ ദേവരാജൻ സപ്താഹമോ ഒക്കെ നടത്തിയാൽ നമുക്ക് ഇനിയും കുട്ടികൾക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാം. ഇല്ലെങ്കിൽ കുട്ടികൾ വേണ്ടാത്ത സപ്താഹത്തിലൊക്കെ പോയി കേടുവരും. ആ സപ്താഹം കൊണ്ടൊന്നും മനുഷ്യർ നന്നാവുന്നില്ല. മനുഷ്യർ നന്നാവാൻ, മനുഷ്യനെ മനുഷ്യനാക്കാൻ വേണ്ടി പണിയെടുത്ത, ജീവിതം സമർപ്പിച്ച ഈ കലാകാരന്മാർ 47 വയസ്സ് വരെ മാത്രമാണ് വയലാർ ജീവിച്ചത്. മരിച്ചിട്ട് 50 വർഷമായി. വയലാറിനൊക്കെ വലിയ കവികളൊക്കെ കേരളത്തിലുണ്ടായിട്ടുണ്ട്. തുഞ്ചത്തെഴുത്തച്ഛനും കുഞ്ചൻ നമ്പ്യാരും ആശാനും ഒക്കെ വലിയ കവികളാണ്. പക്ഷെ വയലാറിനോളം ഇത്രയേറെ കുഞ്ഞുകുട്ടി പരാധീനങ്ങൾ തൊട്ട് നാനാ തലമുറയിലെ മനുഷ്യർ, 5ഓളം തലമുറയായി വയലാർ എഴുതിയത്. 4 തലമുറ കഴിഞ്ഞു. ഇപ്പോഴും ഓർക്കുന്നു വയലാറിനെ. എന്തുകൊണ്ട്? വയലാർ നമ്മുടെ ജീവിതത്തെ അനശ്വരമാക്കി. വയലാർ മാത്രമല്ല, ഈ ചലച്ചിത്ര ഗാനങ്ങൾ, നമുക്ക് ഈ ചലച്ചിത്ര ഗാന പുസ്തകം, പണ്ടൊക്കെ പാട്ടുപുസ്തകം ഉണ്ടായിരുന്നു. സിനിമ കാണാൻ പോയാൽ 15 പൈസയ്ക്ക് ഒരു പാട്ടുപുസ്തകം കിട്ടി. ഇപ്പോൾ അതൊക്കെ നഷ്ടപ്പെട്ടു പോയി. പറ്റുമെങ്കിൽ ഇനിയും സുനാമി വരാം. നോഹയുടെ പെട്ടകത്തിലേക്ക് പോകേണ്ടി വരില്ലേ? അപ്പോൾ നോഹയുടെ പെട്ടകത്തിലേക്ക് നമുക്കൊരു കവിതാ പുസ്തകം കൂടി കൊണ്ടുപോകണമെങ്കിൽ ഈ ഗാന പുസ്തകങ്ങൾ കയ്യിലെടുക്കാം. അല്ലേ? ഒരുപാട് പറയാനുണ്ട്. എനിക്ക് പറയാൻ തുടങ്ങിയാൽ ഇപ്പോഴത്തെ ഒരു ബുദ്ധിമുട്ട് നിർത്താൻ ബുദ്ധിമുട്ടാണ്. എനിക്ക് ബുദ്ധിമുട്ടില്ല. കുട്ടികൾ ഈ പ്രായത്തിലെ കുട്ടികൾ ഇത് ഇത്രയും നേരം കേട്ടിരുന്നു എന്നുള്ളത് ഒന്നുകിൽ അവരുടെ സഹനശക്തിയുടെ ഗുണമാണ്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്നതാണ്. എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തോ ഒരു കുതന്ത്രം വേടൻ പറഞ്ഞതുപോലെ സംഭവിച്ചിട്ടുണ്ട്. ആ കുതന്ത്രത്തിലാണ് എന്നെ നിങ്ങൾ ഇത്രയും നേരം കേട്ടിരുന്നത്. ശശിമാഷ്ക്ക് മനസ്സിലായത് മനസ്സിലാക്കാം. കാരണം ശശിമാഷും ഞാനൊക്കെ ഒരു വേവ് ലെങ്ത്തിൽ നാണിയപ്പെട്ടു പോകുന്ന ആളുകളാണ്. പക്ഷെ അല്ലാത്ത കുട്ടികളും ഇത് കേൾക്കുന്നു. നിങ്ങളുടെ മുഖത്തങ്ങനെ മടുപ്പ് അനുഭവപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു കേരളത്തിലെ സംസ്കൃതിയുടെ മാനവമണ്ഡലം, അതിൻ്റെ ചരിത്രപരമായ പ്രകൃതിബദ്ധമായ മാനവമണ്ഡലം നഷ്ടപ്പെട്ടു പോയിട്ടില്ല. അത് സഞ്ചയിച്ചു വെച്ചാൽ നമ്മുടെ ഏറ്റവും വലിയൊരു സമ്പത്താണ് ചലച്ചിത്ര ഗാനങ്ങൾ. ആരും ചെയ്തില്ലെങ്കിലും മലയാള സർവകലാശാലയിലെ സംസ്കാര പൈതൃക പഠന വിഭാഗം അയിത്തം മാറ്റിവെച്ച് ചലച്ചിത്ര ഗാന ശാഖയെ കൂടി സ്വീകരിക്കാൻ തയ്യാറായതിൽ ഞാൻ നിങ്ങളെ മുക്തകണ്ഠം അഭിനന്ദിച്ചുകൊണ്ട് തൽക്കാലം, എനിക്കിഷ്ടമുണ്ടായിട്ടല്ല, തൽക്കാലം ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയും എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കണമെന്ന് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ എനിക്കറിയാവുന്നത് പറഞ്ഞു തരാം എന്നുകൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.
പാട്ടിൻ്റെ ചരിത്രത്തിലൂടെ, സംസ്കാരത്തിലൂടെ അക്ഷരാർത്ഥത്തിൽ ഹൃദയത്തെ തൊടുന്ന, മനുഷ്യനെ തൊടുന്ന വാക്കുകൾ ആണ് നമ്മളിവിടെ കേട്ടത്. അപ്പോൾ എന്തെങ്കിലും സാർ പറഞ്ഞതുപോലെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സാറിനോട് പറയാനുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗിക്കാം. മാഷിൻ്റെ പ്രസംഗം കേട്ടിരുന്നപ്പോൾ യഥാർത്ഥത്തിൽ ഈ കേരളം എങ്ങനെയാണ് ഉണ്ടായി വന്നത് എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. നമ്മളിന്ന് കടമനിട്ട് പറഞ്ഞതുപോലെ എങ്ങനെ നമ്മളായി എന്ന് സ്വയം തിരിച്ചറിയുന്ന ഒരു നിമിഷം കൂടിയായിരുന്നു. യഥാർത്ഥത്തിൽ മാഷ് സൂചിപ്പിച്ചതുപോലെ മലയാളി പ്രണയം എന്ന അനുഭവം, സ്നേഹം എന്ന അനുഭവം, സർവലൗകികത എന്ന അനുഭവം, നമ്മൾ എന്ന അനുഭവം ഒക്കെ തന്നെ പഠിച്ചത്, മലയാളിക്ക് എങ്ങനെ ഉണ്ടായി വന്നത് യഥാർത്ഥത്തിൽ ഈ ചലച്ചിത്ര ഗാനങ്ങളിലൂടെ. ഇതാണ് ഞാൻ മാഷ് പറയുമ്പോൾ മനസ്സിലാക്കി വന്നൊരു കാര്യം. എന്ന് വെച്ചാൽ മലയാളി എന്ന ജനത, അതുപോലെ കേരളം എന്ന ഈ സവിശേഷമായൊരു പ്രദേശം, അതിനെ ഉണ്ടാക്കിയെടുത്തത് ഈ ചലച്ചിത്ര സംഗീതവും ചലച്ചിത്ര ഗാനങ്ങളുമാണ്. അതുകൊണ്ട് എനിക്ക് ഒരു സംശയം ഉള്ളത്, അപ്പോൾ മാഷ ആദ്യം സൂചിപ്പിച്ചതിലാണ്, മലയാളി സിനിമ ഗാനങ്ങൾ കേട്ട് തുടങ്ങുന്നത് വരെ മലയാളിക്ക് സ്വന്തമായ ഒരു പാട്ട് ഇല്ല. നാം മലയാളത്തിൻ്റെ പാട്ട് ഏതാണ്, മലയാളത്തിൻ്റെ സംഗീതം ഏതാണെന്നൊക്കെ ചോദിക്കുമ്പോൾ പല ഉത്തരങ്ങൾ പറയാറുണ്ട്. അതിലൊന്ന് സോപാന സംഗീതം, മറ്റൊന്ന് കഥകളി സംഗീതം, പിന്നെ നാടോടി പാട്ടുകൾ. അപ്പോൾ ഈ നാടോടി പാട്ടുകളൊക്കെ തന്നെ വ്യത്യസ്തമായ ജാതികൾ സൃഷ്ടിച്ച പാട്ടുകളാണ്. ONV പറയുമല്ലോ, കുഴിയാനകൾ കുത്തിയ വാരിക്കുഴികൾ. ഇങ്ങനെ കുഴിയാന കുത്തിയ വാരിക്കുഴികൾക്കുള്ളിൽ ഓരോ ജാതികൾ പാടി അവർക്കിടയിൽ മാത്രം നിന്നിരുന്ന പാട്ടുകളൊന്നും തന്നെ മലയാളത്തിൻ്റെ, കേരളത്തിൻ്റെ പാട്ടല്ല എന്ന് മാഷ് പറയുണ്ടായി. അപ്പോൾ യഥാർത്ഥത്തിൽ എൻ്റെ ഒരു ആലോചനയുടെ വഴി പോകുന്നത്, അങ്ങനെയാണെങ്കിൽ മലയാളിയും ഈ ജാതികളായി ഈ കുഴിയാന കുത്തിയ വാരിക്കുഴികളിൽ ജീവിച്ച ജാതി ശരീരങ്ങൾ മലയാളി എന്ന ഒരു സവിശേഷ ഐഡൻറ്റിറ്റിയായി, സ്വത്വമായി വികസിക്കുന്നതിൻ്റെ ആഭ്യന്തരമായ ലോജിക്കല്ലേ ഈ ചലച്ചിത്ര ഗാനങ്ങളും നാടക ഗാനങ്ങളും. വയലാറും ഭാസ്കരനും ഒക്കെ രൂപപ്പെടുത്തിയ ആ ഒരു, നമ്മൾ ഇന്ന് പുതിയ ഭാഷയിൽ കോമൺ സെൻസ് എന്ന് പറയുന്ന ഒരു കോമൺ സെൻസിനെയും നമ്മുടെ അടിസ്ഥാന ഐഡൻറ്റിറ്റിയെയും രൂപപ്പെടുത്തുന്ന ഒരു സാംസ്കാരിക യുക്തികളുടെ മണ്ഡലം, സൗന്ദര്യബോധം എന്ന് നമുക്കതിനെ വിളിക്കാം. അപ്പോൾ മലയാളി അത്തരം ഒരു സൗന്ദര്യ ജീവി ആക്കി മാറ്റിയത് ഈ ചലച്ചിത്ര ഗാനങ്ങളല്ലേ എന്നാണ് ഒന്നാമത്തെ എൻ്റെ ഒരു സംശയം. രണ്ടാമത്തേത്, യഥാർത്ഥത്തിൽ ഇതൊരു മലയാളത്തിൻ്റെ ഒരു സാംസ്കാരിക ജീവചരിത്രം എന്ന് നമുക്ക് മലയാള ചലച്ചിത്ര ഗാനത്തെ, അത് സംഗീതത്തെ കിട്ടിപ്പോൾ, ഗാനത്തെക്കുറിച്ച് സാഹിത്യം പറയാൻ ആളുണ്ടാവും, പക്ഷേ മാഷത് സംഗീതാത്മകമായി തന്നെ അവതരിപ്പിക്കുന്ന സമയത്ത് അതിന് മറ്റൊരു ജീവനാണ്. മാഷ് തന്നെ ഒരിക്കൽ നമ്മുടെ അർജുനൻ മാഷിൻ്റെ സംഗീതത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ വയലാറിൻ്റെ ഒരു പാട്ടെടുത്ത് ഉദ്ധരിച്ചിട്ട് അദ്ദേഹം ഈ അടുത്ത കാലത്ത് മാതൃഭൂമി ഇറക്കിയ പുസ്തകത്തിലാണ് അദ്ദേഹം എഴുതുന്ന ഒരു കാര്യം, വയലാറിൻ്റെ ഒരു പാട്ടിനെ 1000 പാട്ടുകളാക്കി അദ്ദേഹം വികസിപ്പിച്ചു, അർജുനൻ മാഷ് വികസിപ്പിച്ചു.
ഒരു പാട്ടിനെ 1000 പാട്ടുകളാക്കി. യഥാർത്ഥത്തിൽ ഞങ്ങൾ ഈ സംസ്കാര പൈതൃകം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഏറ്റവും സൂക്ഷ്മവും ജനകീയവും അക്കാദമികമായുള്ളൊരു വിശദീകരണമാണ് മാഷിൻ്റെ ആ വാക്യത്തിൽ ഞാൻ കണ്ടത്. ഇങ്ങനെ നമ്മുടെ അനുഭവങ്ങളെയും ലോകത്തെയും ഈ നിലയ്ക്ക് വ്യാഖ്യാനിക്കുക. സംസ്കൃതത്തിലെ വ്യാഖ്യാനമല്ല ഞാൻ പറയുന്നത്, അതിന് പലതരത്തിലുള്ള സൂത്രങ്ങളും നിർവചനങ്ങളും, ആ വ്യാഖ്യാനമല്ല. ഇതാണ് യഥാർത്ഥത്തിൽ വ്യാഖ്യാനമാണ് പൈതൃകം എന്ന പുതിയ നിർവചനത്തിൻ്റെ ഏറ്റവും മലയാളിത്തം നിറഞ്ഞ വിശദീകരണം. ലോറജൻ സ്മിത്തിനെ പോലുള്ള ആളുകൾ വ്യാഖ്യാനമാണ് പൈതൃകം എന്ന് പറയും, ഇൻ്റർപ്രിട്ടേഷൻ. അത് നമ്മുടെ സങ്കല്പത്തിലുള്ള യാന്ത്രികമായ വ്യാഖ്യാനമല്ല. ഇതാണ് മാഷ് പറഞ്ഞ ഒരു പാട്ടിൽ 1000 പാട്ടുകൾ, ഒരു പാട്ടിൽ നിന്ന് 1000 പാട്ടുകളുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ മാഷിൻ്റെ ഒരു സംശയം, ഈ ചലച്ചിത്ര ഗാനങ്ങൾ എന്നത് ഒരു വൈത്ത വിഭവമായിട്ടാണോ മലയാളികൾ കണ്ടത്? അങ്ങനെയല്ല. ചലച്ചിത്ര ഗാനം, സംഗീതം, ചലച്ചിത്ര പഠനം, ചലച്ചിത്ര ഗാനങ്ങളുടെ ഒരു സംസ്കാര വിശകലനം തന്നെ നമ്മുടെ സിലബസുകളിൽ തന്നെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇത് 2012 സംസ്കൃത സർവകലാശാലയിൽ ചലച്ചിത്ര ഗാനങ്ങളെക്കുറിച്ച് ഒരു സെമിനാർ തന്നെ സംഘടിപ്പിക്കുകയും അതിൻ്റെ സമാഹാരം ഒരു പുസ്തകമാക്കി ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഇപ്പോൾ മാഷിൻ്റെ സംസാരം കൂടി കേട്ടപ്പോൾ കരുതുന്നൊരു കാര്യം, ഇപ്പോൾ വയലാർ സപ്താഹം നടത്തണമെന്ന് മാഷ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇപ്പോൾ വയലാറും ഭാസ്കരനും വായൻവിയും അങ്ങനെ മലയാളത്തിലെ കവികളായ എഴുത്തുകാർ രൂപപ്പെടുത്തിയ മലയാളത്തെ, കേരളത്തെ പാട്ടുകളിലൂടെ വിശകലനം ചെയ്യുന്ന അതിദീർഘമായൊരു പരമ്പരാ പ്രഭാഷണം നമ്മൾ ഭാവന ചെയ്യുന്നുണ്ട് എന്ന് ഞാനിപ്പോൾ മാഷിൻ്റെ ഓർമ്മയിലേക്ക് വേണ്ടി പറയുകയാണ്. പക്ഷെ ഞാൻ ആദ്യം സൂചിപ്പിച്ച 2 സംശയങ്ങൾ മാഷൊന്ന് വിശദീകരിച്ചാൽ നന്നായിരിക്കും. നമ്മെ മലയാളിയാക്കിയത്, പ്രണയിക്കാൻ പഠിപ്പിച്ചത്, ഇനി ജാതിക്കപ്പുറത്തേക്കുള്ള മലയാളിയെ രൂപപ്പെടുത്തിയതും മാഷ് ആദ്യം നീലക്കുയിൽ പറഞ്ഞു. നീലക്കുയിൽ മനുഷ്യർക്ക് പൊലയിപ്പെണ്ണിന് സ്വപ്നം കാണാൻ കഴിയും എന്ന് നമ്മെ ബോധ്യപ്പെടുത്തിയത് നീലക്കുയിലിലെ പാട്ടുകളാണ് എന്ന് മാഷ് പാടുന്ന സമയത്ത് ഞാൻ ആലോചിക്കുകയായിരുന്നു. അതുപോലെ മാഷ് ഒരിക്കൽ ഞാനിത് മാഷിൻ്റെ പ്രഭാഷണം ആദ്യം കേൾക്കുന്നത് പ്രഭാഷണമായിട്ടല്ല, 2024 ഓണ ആഘോഷത്തിനിടയിൽ റേഡിയോയിൽ ഒരു ഓണപരിപാടി, അത് 20 മിനിറ്റോ 30 മിനിറ്റോ വേണ്ടിയാണ് മാഷ് സംസാരിച്ചത്. പക്ഷേ അന്ന് ഞാൻ ഈ പോയിൻറ്റ്സ് ഇങ്ങനെ എഴുതി വെച്ചിട്ട് ക്ലാസ്സിൽ നോട്ട് തയ്യാറാക്കുന്ന പോലെ എൻ്റെ കയ്യിൽ ഇപ്പോഴും ആ ഒരു 10 30 പോയിൻറ്റ്സ് ഒരു 20 മിനിറ്റിനുള്ളിൽ, പോയിൻറ്റ്സ് എന്ന് വെച്ചാൽ ഇൻസൈറ്റുകൾ എന്ന് പറയാവുന്ന, ഉപലബ്ധികൾ എന്ന് പറയാവുന്ന, അതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരുപാട് ആശയങ്ങൾ. ഞാനതിപ്പോൾ എല്ലാം ഒന്നും മാഷിനോട് ചോദിക്കാൻ സമയമില്ല, അത് പിന്നീട് ചോദിക്കാമെന്ന് കരുതുന്നു. അത്തരം ദീർഘമായ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അതിവിപുലമായ ഒരു ആശയലോകം ഇങ്ങനെ തുറന്നിട്ട ഒരു പ്രഭാഷണം ആയിരുന്നു. ആ പ്രസംഗത്തിൻ്റെ ഒരു വിപുലീകൃത രൂപമുണ്ട്. അതിലുള്ള ഒരു സംശയം കൂടി ഞാൻ മാഷിനൊന്ന് വിശദീകരിച്ചാൽ കൊള്ളാമായിരുന്നു, അത് പറയാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹം ഈ യേശുദാസിൻ്റെ ഒരു പാട്ടുണ്ട്, 100 പൗർണമി ചന്ദ്രികകൾ, 200 പൊന്നരയനങ്ങൾ, കുളിരുമായി നിൻ്റെ കൗമാരത്തിൻ്റെ കിളിവാതിൽ ഇടയ്ക്കിടെ തുറന്നു നോക്കി. ഈ പാട്ട് വെച്ചിട്ട് മാഷ് ഈ ഗണിതത്തിൻ്റെ ഒരു സൗന്ദര്യയുക്തി വയലാറിൻ്റെ പാട്ടുകളിലും മലയാളത്തിൻ്റെ ലോകത്തിലുമൊക്കെ സംക്രമിക്കുന്നതിൻ്റെ ഒരു സൗന്ദര്യാനുഭവമായി മനുഷ്യൻ്റെ അബോധത്തെ നിർണ്ണയിക്കുന്നതിൻ്റെ ഒരു ചിത്രം കൂടി മാഷന്ന് അപൂർണമായിട്ടാണ് പറഞ്ഞു നിർത്തിയത്. അതൊന്നുകൂടി വിശദീകരിച്ചാൽ നന്നായിരുന്നു. എഴുതിയ കേരളത്തിലൊരു ചരിത്രം പറഞ്ഞതുകൊണ്ട് കൂട്ടിച്ചേർക്കാനുള്ള ഒരു ചെറിയ ചോദ്യമാണ്. അപ്പോൾ മുസ്ലിം കലാലിയുടെ പുതിയ എഴുത്തുകളിൽ പോയ കാലത്തെക്കുറിച്ചുള്ള രസകരമായ ചില കാഴ്ചകളുണ്ട്. ആ മധുരകാലം തിരിച്ചാഗ്രഹിക്കാത്ത മനുഷ്യരുണ്ടോ, എന്നിട്ട് അവരുടെ ബാല്യകാലത്തെ പിള്ളത്തരവേ കളികുടമാകെ എന്നൊക്കെ പറയുന്ന വരികളുണ്ട്. അതുപോലെ തന്നെ കുട്ടിക്കാലത്തെ കളി ഊഞ്ഞാലിലെ തളരിൽ ആഞ്ഞുമേല് ചെന്ന് വരാന് പാനി തേഞ്ഞ് പോയ കാലമേ എന്നൊക്കെ പറയുന്ന
ഓർമ്മകളിൽ തിരിച്ചുപിടിക്കുന്ന രസകരമായ മഴ നെല്ലിയ വെള്ളയെ നമ്പര പമ്പര ചുറ്റലിൽ കണ്ടു നീ എന്നൊക്കെ പറയുന്ന രസകരമായ വരികളുണ്ട്. അപ്പോൾ പോയ കാലത്തെ ഓർക്കുന്ന അല്ലെങ്കിൽ പിന്നെ 14 ചന്ദ്രികയെ എന്നൊക്കെ പറഞ്ഞു പുതിയ അല്ലെങ്കിൽ ഇശൽ പാട്ടുകളെയും ഈണങ്ങളെയൊക്കെ ചേർത്ത് വയ്ക്കുന്ന കരാരിയിലേക്ക് വരികൾ, പിന്നെ ജാതിക്ക തോട്ടം എന്ന് പറഞ്ഞുകൊണ്ടുള്ള രസകരമായ ഓർമ്മകളൊക്കെ അത് തരത്തിൽ ഇതൊക്കെ പലപ്പോഴും ഒരു പഴയ കാലത്തിൻ്റെ ചിത്രത്തെ ചേർത്ത് വയ്ക്കുന്നതായിട്ട് ഈ മഴവില്ലിലെ വെള്ളയെ അതുപോലെ സൈക്കിളിൽ ആ തുടി അതിനെപ്പറ്റിയൊക്കെ പറയുമ്പോഴും ഒരു പഴയ കാല ചിത്രത്തെ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഈ പഴയകാല പാട്ടുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഇപ്പോൾ ഈ ചവിട്ടുകളിയൊക്കെ പോലെയുള്ള താളബദ്ധമായിട്ടുള്ള നാടൻ ഇപ്പോൾ അറിയാം ഈ പിന്നെ പാണ അല്ലെങ്കിൽ ഇതിനകത്ത് പീരീഡ്സ് ആവുന്ന സമയത്ത് ചെയ്യുന്ന ഒന്നാണ് ചവിട്ടുകളി. അത് അത്തരം താളങ്ങളൊക്കെ എങ്ങനെയാണ് ആദ്യകാല പാട്ടുകളിൽ ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ വേറെ തരത്തിൽ മാർജിനലൈസ് ചെയ്ത് നിർത്തിയിട്ടുള്ള പലതരത്തിലുള്ള കലാരൂപങ്ങൾ അതിനെയൊക്കെ ചേർത്ത് പിടിച്ചിട്ടുള്ള പാട്ടുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. അതുപോലെ ഇത്തരത്തിലുള്ള പുതിയ പാട്ടുകളെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ള ചോദ്യങ്ങളാണ്. ഇപ്പോൾ 50-കൾ 60-കൾ എന്നൊക്കെ പറയുന്ന ഒരു കാലം അതിന് വ്യത്യസ്തമായി നമ്മൾ ഇന്നത്തേക്ക് വന്നാൽ ഇന്ന് നമ്മൾ ഈ പറഞ്ഞതുപോലെ സിനിമാ ഗാനങ്ങളിൽ ആ തരത്തിലൊന്നുണ്ടോ ആ കാലത്തിലും പോലെ. അപ്പോൾ ഒരു കാലം സിനിമാ ഗാനങ്ങളിലേക്കും നാടക ഗാനങ്ങളിലേക്കൊക്കെ സന്നിവേശിക്കുകയും അതുപോലെ ഈ ഗാനങ്ങൾ കാലത്തിലേക്ക് ആ കാലത്തിൻ്റെ തുടിപ്പുകളിലേക്ക് സന്നിവേശിക്കുകയും ചെയ്തതുകൊണ്ട് നമുക്ക് സാധ്യമായ ഒന്നാണോ എന്നുള്ളത് ഒരു സംശയം. അത് ഇന്നിപ്പോൾ പിന്നെ സീതാരയുടെയൊക്കെ ചായപ്പാട്ട് പോലെ അല്ലെങ്കിൽ പൂമാന്തരി പാട്ട് പോലെ അല്ലെങ്കിൽ അന്തിവിടി അമ്പലിക്കാര പോലെ പാട്ടുകളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു പുതിയൊരു തലമുറയെ സംബന്ധിച്ച് റാപ്പ് മ്യൂസിക്കിൻ്റെ ഒരു ലോകത്ത് സിനിമയിലാണെങ്കിലും അത്തരം പാട്ടുകളാണ് കൂടുതൽ പുതിയ ജനറേഷൻ ശ്രദ്ധിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. ചിലപ്പോൾ എൻ്റെ തെറ്റിദ്ധാരണയാണ്. അതേസമയം ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞ സിതാരയോ അല്ലെങ്കിൽ അലോഷി പാടുന്ന അത്തരം പാട്ടുകളും ഒക്കെ തന്നെയും പുതിയ തലമുറ അത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ട്. അലോഷി തന്നെയും പഴയ പാട്ടുകൾ എടുത്തിട്ടാണ് പുതിയ പാട്ടുകൾ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ അലോഷി ഞാൻ ഒരാളെ പറയുന്നത് അതുപോലെ കുറച്ച് ആളുകളുണ്ട് അവരൊക്കെ തന്നെ. അപ്പോൾ അത് ഈ കാലത്ത് നമുക്ക് കാലത്തിൻ്റെ ഒരു ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രവർത്തനം എന്തെങ്കിലും ഇതിൽ പ്രവർത്തിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യം. നമുക്കൊരു പ്രഭാഷണം കൊണ്ടോ ഒരു സംവാദം കൊണ്ടോ തീർപ്പ് കൽപ്പിക്കാവുന്നതല്ല വാസ്തവത്തിൽ ഈ മണ്ഡലം. ഈ പറയുന്ന പോലെ സംശയങ്ങൾ ഉണ്ടാക്കുക എന്നത് മാത്രമാണ് നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം. നേരത്തെ ശശിമാഷ് പറഞ്ഞതുപോലെ ആധുനിക മലയാളിയെ രൂപപ്പെടുത്തിയെടുത്തതിൽ ചലച്ചിത്ര ഗാനങ്ങൾക്ക് വലിയ പങ്കുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അത് ചലച്ചിത്ര ഗാനങ്ങൾ തനിയെ ചെയ്താൽ ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ചോദിച്ച ചോദ്യങ്ങളുടെ ഒരു സമാനത, ഒരു കാലം ആണത് ഉണ്ടാക്കിയത്. ആ കാലം അതിൽ പോപ്പുലർ കലാരംഗത്തേക്ക് വന്നവരൊക്കെ സമഗ്രതയിൽ മാനവികതയുമായി ബന്ധപ്പെട്ടവരായിരുന്നു. വയലാറാണെങ്കിലും ഭാസ്കരനാണെങ്കിലും ദേവരാജനാണെങ്കിലും കെ രാഘവനാണെങ്കിലും അവർ ആ കാലത്തെ ഒരു വലിയ ഹ്യൂമൻ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിരുന്നു. നവോത്ഥാനാനന്തരം ലോകത്തെമ്പാടും ഉണ്ടായ വലിയ മാനവിക മുന്നേറ്റത്തിൻ്റെ മനുഷ്യൻ എത്ര സുന്ദരമായ പദം എന്നൊരു കാഴ്ചപ്പാടിൻ്റെയൊക്കെ പ്രയോക്താക്കളോ വക്താക്കളോ അത് ഉൾക്കൊണ്ടവരായിരുന്നു. അപ്പോൾ ആ കാലം ഉണ്ടാക്കിയതുപോലെ ഇന്നത് സാധിക്കുമെന്ന് ചോദിച്ചാൽ ബോധപൂർവമായി തന്നെ ഈ ഇൻ്റഗ്രേറ്റഡ് ആയ മലയാളിയെ ഡിസിൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വയലാർ തന്നെ എഴുതിയിട്ടുണ്ട്, ഹിന്ദുവായി മുസൽമാനായി ക്രിസ്ത്യാനിയായി നമ്മെ കണ്ടാലറിയാതായി 1000 മാനവ ഹൃദയങ്ങൾ ആയുധപ്പുരകളായി മനുഷ്യൻ തെരുവിൽ മരിക്കുന്നു മതങ്ങൾ ചിരിക്കുന്നു. 58 വർഷം മുമ്പ് എഴുതിയതാണ്. ഇന്ന് ഹിന്ദുവായി മുസൽമാനായി ക്രിസ്ത്യാനിയായിട്ട് മാത്രമല്ല അനേകം ജാതി പിരിവുകളായി. ഇപ്പം നിങ്ങൾ സൈബറിലൊക്കെ നോക്കിയാൽ ഞാൻ ഈ സൈബർ ട്രൈബ്സ് എന്നവരെ പറയാം. നഷ്ടപ്പെട്ടു പോയ നായർ സമുദായത്തിൽ ഏതാണ്ട് 5000-ഓളം ഉപവിഭാഗങ്ങളുണ്ട്. അതിൽ ഓരോ ഉപവിഭാഗത്തിലും ഇപ്പോൾ ഗ്രൂപ്പുകൾ 50കളിലൊന്നും അങ്ങനെ ആലോചിക്കാൻ പറ്റില്ല. നഷ്ടപ്പെട്ട എല്ലാ ജാതി ഗോത്രങ്ങളും ഈ സൈബറിൻ്റെ മറവിൽ ട്രൈബ്സായിട്ട് തിരിച്ചു വരും. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് ആയ മനുഷ്യനെ ഒരു ഉദ്ഘാടനത്തിലേക്ക് കൊണ്ടുവന്ന മലയാളിയെ ഇങ്ങനെ വേർതിരിക്കുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ഈ വേടൻ്റെ പാട്ടൊരു നല്ല ഉദാഹരണമാണ്.
വിയർപ്പ് തുന്നിയ കുപ്പായം എന്നതൊരു നല്ല എക്സ്പ്രഷനാണ്. ആ പാട്ടിൻ്റെ ആദ്യ കുതന്ത്രം കഴിഞ്ഞാലത്തെ വരികൾ ഒരുപക്ഷെ ശബ്ദമില്ലാത്ത അനേകം ഡൗൺ ട്രോഡനായ തലമുറകളുടെ ശബ്ദമാണ്. നേരത്തെ ഞാൻ പാടാനല്ല, പറയാനല്ല, പുലയനല്ല, നീ ഒരു തമ്പുരാനുമല്ല, അല്ലെങ്കിൽ എനിക്കൊരു പുല്ലുമില്ല എന്നതാണ് പറഞ്ഞത്. മറ്റൊരു ഭാഷയിലാണെങ്കിലും പറയാത്ത തെറിവാക്ക് കെട്ടിക്കിടന്ന് നാവ് കഴിക്കണേക്കാൾ നല്ലതാണ്. ചിലപ്പോൾ തെറിവാക്കും ഒരു സമരായുധമാകും. അത് കക്കൂസിൻ്റെ ചുമരിൽ മാത്രം എഴുതാനുള്ളതല്ല. ചിലതൊക്കെ ദുഷ്പ്രഭു പുലയാടികൾ പാർക്കും ഇപ്പുരയ്ക്ക് ഇടിവെട്ടുകൊള്ളട്ടെ എന്ന് 50കളിലാണ് വൈലോപ്പുള്ളിയെ പോലെ മഹാമാന്യനായ ഒരാൾ പുലയാടി എന്ന് ഉപയോഗിച്ചത്. കാരണം ദുഷ്പ്രഭുത്വത്തെ വിശേഷിപ്പിക്കാൻ പുലയാടി എന്നല്ലാത്തൊരു വാക്കുകൊണ്ട് സാധിക്കില്ല. OV വിജയൻ ധർമ്മപുരാണത്തിൻ്റെ ആദ്യ രൂപം എഴുതുന്നത് അടിയന്തരാവസ്ഥ കാലത്തെ പത്രസമ്മേളനത്തെ വിശേഷിപ്പിക്കാൻ തീട്ടമെന്നല്ലാതെ മറ്റൊരു വാക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ടാണെന്നാണ്. അപ്പോൾ അശ്ലീലം എന്നുള്ളത് സൊഫിസ്റ്റിക്കേറ്റഡായ മനുഷ്യരുടെ ചില മിഥ്യാഗോപുരങ്ങളിൽ ഇരിക്കുന്നത്. അത് തകർത്ത് തെരുവിൻ്റെ തെറിവാക്കുകൾ വരുന്ന കാലം വരും. അത് ഉൾക്കൊള്ളാൻ ഇവിടുത്തെ ഡിസഗ്നഗ്രേറ്റഡായ തമ്പുരാൻ പദവി തിരിച്ചു പിടിച്ചവർക്ക് പ്രയാസമാണ്. ആന്തരികമായ തമ്പുരാൻ പദവി തിരിച്ചു പിടിച്ചവർ, പണ്ട് തമ്പുരാക്കന്മാർ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ആന്തരിക തമ്പുരാക്കന്മാരുടെ എണ്ണം കൂടി തമ്പുരാൻ മൈൻഡ് സെറ്റ് ഉള്ളവരുടെ എണ്ണം കൂടി. മധ്യവർഗ ഹൈ മധ്യവർഗ സമൂഹത്തിൻ്റെ ഒരു മാനസിക ഘടനയാണ് ഇപ്പോൾ ഈ പറയുന്ന ഒരു സാധ്യത ഇല്ലാതാക്കുന്നത്. അതേസമയം വയലാറിൻ്റെ കാലത്തോ 50കൾ എന്ന് പറയുന്നത് മനുഷ്യനെ എല്ലാ വിഭാഗീയതയ്ക്കും അതീതമായി മനുഷ്യത്വത്തിലേക്ക് നയിക്കുന്ന ഒരു ഉദ്ഗ്രഥനത്തിൻ്റെ കാലമാണ്. ആ ഉദ്ഗ്രഥനത്തിൻ്റെ വലിയൊരു സാംസ്കാരിക സമരമാണ് വാസ്തവത്തിൽ ചലച്ചിത്ര ഗാനങ്ങൾ ഏറ്റെടുത്തത്. അതുകൊണ്ടാണ് സന്ദർഭത്തിലൊന്നുമല്ല പാട്ട് എഴുതിയിട്ടുള്ളത്. സന്ദർഭത്തിൽ എന്ത് എഴുതി? ഇവിടെ CID വേഷം മാറി നടക്കുമ്പോൾ പാടുന്നൊരു പാട്ടുണ്ട്, പോസ്റ്റ്മാനെ കാണാനില്ല എന്ന സിനിമയിൽ. CIDക്ക് വേഷം മാറി നടക്കുമ്പോൾ പരിപ്പോട പപ്പടോട എന്ന് പാടിയാൽ എന്താ കുഴപ്പം? CIDക്ക് വേഷം മാറി നടക്കുമ്പോൾ ഒരു പ്രത്യേകിച്ച് പ്രമേയമൊന്നുമില്ലല്ലോ. വൈ ദിസ് കൊലവറി ഡിം എന്ന് പാടിക്കൂടെ? അല്ല, CID വേഷം മാറി എന്നെ പാട്ട് പാടണമെന്നില്ല, സിറ്റുവേഷൻ അത് ആവശ്യപ്പെടുന്നില്ല. 1-ാം വട്ടം കണ്ടപ്പോൾ പെണ്ണിന് കിണ്ടാണ്ടൊന്നും പാടാം. എൻ്റെ ഒരു സുഹൃത്ത് എഴുതിയ പാട്ടാണ്. എനിക്ക് ആ വാക്കിൻ്റെ അർത്ഥം മനസ്സിലായില്ല. അപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു, എന്താണ് ഈ കിണ്ടാണ്ടം എന്ന വാക്കിൻ്റെ അർത്ഥം? അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അതാണ് അതിൻ്റെ അർത്ഥമെന്നാണ്. അങ്ങനെയും പാട്ട് എഴുതാം. പക്ഷേ വയലാർ അതിൽ എഴുതിക്കുന്നത് ഈശ്വരൻ ഹിന്ദുവല്ല, ഇസ്ലാമല്ല. പടം നിങ്ങൾ കണ്ടാൽ അറിയാം, ആ സിറ്റുവേഷനിൽ ആ വരികൾ വേണ്ട. ഈശ്വരൻ ഹിന്ദുവല്ല, ഇസ്ലാമല്ല, ക്രിസ്ത്യാനിയല്ല, ഇന്ദ്രനും ചന്ദ്രനുമല്ല. അതിൽ അടുത്തൊരു വരി ഭയങ്കരമാണ്. കാവി ചുറ്റിയ സന്ധ്യയ്ക്കു പിന്നിലെ കറുത്ത വാവുകളെ നിങ്ങൾ ഭാരത വേദാന്തം അദ്വൈത വേദാന്തം ഭഗവത്ഗീത കൊണ്ട് മറച്ചു. ഇത്ര നാൾ ഭഗവത്ഗീത കൊണ്ട് മറച്ചു. ആധുനിക ഇന്ത്യൻ ബ്രാഹ്മണ മത രാഷ്ട്രീയത്തിൻ്റെ എസൻസാണ് 58-60 വർഷം മുമ്പ് വയലാർ എഴുതുന്നത്. അപ്പോൾ അതൊരു ബോധപൂർവമായ ഇടപെടലാണ്. അത് വെറുതെ കാലം സംഭവിപ്പിക്കുക മാത്രമല്ല, കാലം അങ്ങനെ ആകണം. അതുകൊണ്ടാണ് ശാസ്ത്രബോധം, ശാസ്ത്രം ഇഷ്ടം പോലെ ഉപാസന, ഇത് ധന്യമാമൊരു ഉപാസന എന്നുള്ള പാട്ടിലൊക്കെ കാണാം. പൂർവ്വദിങ്മുഖമൊന്നു തുടുത്തു പുതിയ മനുഷ്യൻ ഉയർന്നു. പല കവിതകളിലും ശാസ്ത്രത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശാസ്ത്രയുഗത്തിൻ്റെ വളർച്ചയെക്കുറിച്ചൊക്കെ സന്ദർഭമല്ലെങ്കിലും പറയുന്നുണ്ട്. അങ്ങനെ ഒരു കാലമാണ് ആ പാട്ടുകളെ നിർണ്ണയിച്ചത്. ഇന്നിപ്പോൾ വരുന്ന ഒരു പ്രധാന പ്രശ്നം, നമ്മൾ ഡിസിൻറ്റഗ്രേറ്റഡ് ആണ്, നമ്മൾ അഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യനായി തീർന്ന മലയാളി ഹിന്ദുവായി, മുസൽമാനായി, നാനാജാതി വിഭാഗങ്ങളായി അഴിഞ്ഞഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ അഴിഞ്ഞഴിഞ്ഞ് പോകുന്നിടത്തിൻ്റെ ഏതെങ്കിലും പക്ഷത്ത് നിന്നിട്ടാണ് പാടുന്നത്. അതുകൊണ്ട് ആലോചിക്കൊക്കെ പാടേണ്ടി വരുന്നത് പഴയ പാട്ടുകളെ പുതുതായിട്ട് പാടുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു പ്രതിരോധമാണത്. പക്ഷെ അവിടെ നിൽക്കില്ല. കാരണം അതൊരു ഗൃഹാതുരതയിൽ മാത്രം നിന്ന് പോകും. കേവല ഗൃഹാതുരത കൊണ്ട് നിലനിൽക്കുന്ന പ്രതിസന്ധിയെ മറികടക്കാൻ പറ്റില്ല. അതെന്തുകൊണ്ടാണ് സംഭവിക്കുക വെച്ചാൽ, നമുക്ക് ജോലി നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ വീട്ടിൽ പോയിട്ട് ഭാഗം ചോദിക്കുക. കാരണം അതുവരെ വീടുണ്ട് നമ്മൾ ആലോചിക്കില്ല. നമുക്ക് വരുമാനമില്ലാതെ ഒരു ഭാഗം കിട്ടാണ്ടെന്ന് ആലോചിക്കും. അപ്പോൾ ഈ പിന്നിൽ നിന്ന് ചിലത് എടുക്കുക എന്നുള്ളതൊരു ആയോധന ബലതന്ത്രം, അസ്ത്രം പിന്നിലാണ് വെച്ചിരിക്കുന്നത് അല്ലേ? പിന്നിൽ നിന്ന് എടുത്ത് മുന്നിലേക്ക് ചെയ്യുക. ആ അർത്ഥത്തിൽ ഒരു പക്ഷേ നമുക്ക് 50കളുടെ പാട്ടുകൾ, അതുപോലെ ഒരു പാട്ട് എഴുതിയിട്ട് കാര്യമൊന്നുമില്ല. വയലാറിനെ പോലൊരു പാട്ട് എഴുതിയതുകൊണ്ട് ഇനി പുതിയ കാലത്തൊന്നും ചെയ്യാനില്ല. അത് ആ ദൗത്യം നിർവഹിക്കപ്പെട്ടു. പക്ഷെ മാഷ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ ഒരു ദൗത്യത്തെ ഇന്ന് ചരിത്രബോധമാക്കി മാറ്റിയെടുക്കാൻ സാധിക്കും. ചരിത്രത്തിൻ്റെ ഇന്ധനം അതിൽ നിന്ന് എങ്ങനെയാണ് പുതിയൊരു കാലത്തിൻ്റെ അഴിവുകളിൽ നിന്ന്, അഴിഞ്ഞഴിഞ്ഞ് പലതായി പോകുന്ന ഈ അഴിവുകളിൽ നിന്നുകൊണ്ട് ഒരു പുതിയ ഇൻ്റഗ്രേഷൻ എങ്ങനെ സാധ്യമാണ്? അത് പല ലോകരാജ്യങ്ങളിലും സാധിക്കുന്നുണ്ട്. ഇപ്പം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ മാർത്ത ഹാർനെക്കറൊക്കെ എഴുതുന്നുണ്ട്. മാർത്ത ഹാർനെക്കറൊക്കെ പറയുന്നത് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ കമ്മ്യൂണിസം തകർന്നു പോകുന്നതിനെ വീണ്ടെടുക്കാൻ അവർ പറയുന്നത് ഈ നാട്ടുബോധത്തെ കൂട്ടിച്ചേർക്കുക എന്നാണ്. ഒരു ആൽത്തൂസർ ശിഷ്യയാണ് മാർത്ത ഹാർനെക്കർ, ദ റീബിൽഡിംഗ് ദ ലെഫ്റ്റ്. അത് പ്രത്യയശാസ്ത്രപരമായ പുസ്തകമാണ്. അപ്പോൾ ഈ നാട്ടുബോധ്യങ്ങളെ തിരിച്ചെടുക്കുക. നിങ്ങളുടെ ഉള്ളിൽ ഒരു പ്രാകൃതനായ ഒരു നാട്ടുമനുഷ്യനുണ്ട്. എത്ര സൊഫിസ്റ്റിക്കേറ്റഡായി നാഗരികനായി മാറിയാലും
ഒരു മുള പാത്രം കാണുമ്പോൾ ഇഷ്ടം തോന്നുക, ഇത്തിരി കഞ്ഞി കാണുമ്പോൾ ഇഷ്ടം തോന്നുക. അവരാണ് ഈ പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ മുളയുടെ പാത്രത്തിലൊക്കെ ഭക്ഷണം തരുന്നത്. റൈസ് സൂപ്പ് എന്ന് പറഞ്ഞിട്ട് കഞ്ഞി തരുന്നത്. കഞ്ഞി കുടിക്കാൻ ആഗ്രഹമുള്ളൊരു പഴയ മനുഷ്യൻ്റെ, ഒരു ദരിദ്രൻ്റെ മുന്നിൽ 500 രൂപയ്ക്ക് റൈസ് സൂപ്പ് കൊണ്ടുവരുന്ന ഒരു മുതലാളിത്ത തന്ത്രമല്ല, അതിനെ അഴിക്കുന്ന ഒരു നാട്ടുപ്രതിരോധമാണ് പാട്ടുകളിലൂടെ ഇനി വികസിച്ചു വരേണ്ടത്. അത് സാധ്യമാണ്. ഒരുപക്ഷെ കലാഭവൻ മണിക്ക് ഒരു ഘട്ടത്തിൽ ചെയ്തിരുന്നു. പഴയ പാട്ടുകളാണെങ്കിലും പഴയ പാട്ടല്ല ആൾ പാടിയിരുന്നത്. ആൾ പാടിയിരുന്നത് പുതിയ പാട്ടാണ്. ചാലക്കുടി ചന്തയ്ക്ക് പോയപ്പോൾ ചന്ദനച്ചൊപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. അതിലെയൊക്കെ ഈ പദപ്രയോഗങ്ങൾ, ഈ നാട്ടു ചന്തങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു പുതിയ പ്രതിരോധം സാധ്യമാണ്. എനിക്ക് തോന്നുന്നു അത് ജാതീയമല്ലാതാക്കാനാണ് ഇനി പരിശ്രമിക്കേണ്ടത്. ജാതീയമായിട്ട് ജാതിഗോത്രങ്ങളുടെ പ്രതിരോധമായിട്ടല്ലാതെ അത് മറ്റൊരു മാനവികതയുടെ പ്രതിരോധമാക്കി മാറ്റാൻ നമ്മുടെ ജനകീയ കലാശാഖകൾക്ക് സാധിക്കും. അതിൽ പാട്ടിന് വലിയ പങ്കുണ്ട്. ഇപ്പോൾ ശ്രീദേവി പറഞ്ഞതുപോലെ അമ്മാവോട് വീട്ടിൽ നിന്ന് ചോദിക്കാവുന്നതാണെങ്കിലും അവളോട് ചോദിച്ച സ്ഥിതിക്ക് ഈ പാട്ടുകൾ ഒരുപാടുണ്ട്. നമ്മൾ ആ പാട്ടുകളെ ഇപ്പോൾ കുന്നത്തൊരു കാവുണ്ട്, അതൊരു നാട്ടുപാട്ടാണ്. അതുപോലെ MTയുടെ പല സിനിമകൾക്കും വേണ്ടി ഈ സ്ത്രീകളുടെ തന്നെ പാട്ടുകൾ, ആ പാട്ടുകൾ എനിക്ക് ഇപ്പോഴത്തെ ഓർമ്മയില്ല. മുറപ്പെണ്ണിൻ്റെ തുടക്കത്തിൽ ഞാനിവിടെ ചെന്ന് നേരം പോയി പൂക്കൈതാമറ പറ്റി ചെയ്തൊരു പാട്ടുണ്ട്. സ്ത്രീ പാട്ടുകൾ ഇത്തിരി മുല്ലപ്പൂ മൊട്ടല്ല എന്ന് പറയുന്നൊരു പാട്ടുണ്ട്. സ്ത്രീ പാട്ടുകൾ, കുറേ പൂപ്പാട്ടുകളൊക്കെ പല സമയത്ത് ഭാസ്കരൻ മാഷ് സ്ത്രീകളുടെ കുറേ പാട്ടുകൾ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് പിന്നെയും ഉപയോഗിച്ചിട്ടുണ്ട് പല സിനിമകളിലും. ഒരു നേരത്തെ പറഞ്ഞതുപോലെ ഈ കേരളീയം എന്ന് പറയുമ്പോൾ സോപാന സംഗീതം, കർണാടക സംഗീതം എന്നൊക്കെ പറയുന്നത് വളരെ പ്രാതിനിധ്യം കുറഞ്ഞ ഒരു സംഗതിയാണ്. ആരുടെയാണ് സോപാന സംഗീതം? കേരളീയ ജനസംഖ്യയിൽ എത്രയോ ചെറിയൊരു ശതമാനത്തിൻ്റെ ആ സോപാന സംഗീതം. അതറിയുന്നവരെത്ര പൊതുസമൂഹത്തിലുള്ളത്? ആരുടെ കഥകളി സംഗീതം പണ്ടും ഇന്നും ഒരു സവർണ്ണ ന്യൂനപക്ഷത്തിൻ്റെയാണ്. പക്ഷേ നമ്മൾ അങ്ങനെ ആക്കി തീർത്തു. കേരളീയതാച്ചാൽ കസവുമുണ്ടും തിരുവാതിരക്കളിയും കഥകളി സംഗീതവും സോപാന സംഗീതവും ആണ്. അതുകൊണ്ടാണ് ഈ വേടനെ കാണുമ്പോൾ ആൾക്കാർക്ക് ബുദ്ധിമുട്ട് വരുന്നത്. കാരണം അത് അയാൾ മനുഷ്യൻ്റെ പ്രതിനിധിയാണ്. നിങ്ങളുടെ സവർണ്ണ ചിഹ്നങ്ങൾ കൊണ്ട്, അതുകൊണ്ടാണ് നമുക്കൊരു വലിയ സ്ഥാനാർത്ഥിയെ കസവുമുണ്ട് ഉടുപ്പിച്ചിട്ട് നഗരത്തിൽ കൂടെ ഉടുമുടിയില്ലാതെ നടത്തിക്കേണ്ടി വരുന്നത്. കാരണം ഈ സവർണ്ണ ബോധത്തെ തിരിച്ചു കൊണ്ടുവരുന്ന ബോധപൂർവമായ രാഷ്ട്രീയ പ്രവർത്തനം ഒരു വശത്ത് നടക്കുന്നതുകൊണ്ട് അതിലൊരു മധ്യവർഗ ഗൃഹാതുരത വീണു പോകുന്നതുകൊണ്ട് ആ ഗൃഹാതുരതയല്ല സത്യത്തിൽ പൊരുതുന്ന മറ്റൊരു നാട്ടുബോധ്യമുണ്ട്. നിങ്ങൾ എൻ്റെ കറുത്ത മക്കളെ ചുട്ടു തിന്നുന്നോ? നിങ്ങൾ അവരുടെ നിറഞ്ഞ കണ്ണുകൾ ചൂഴ്ന്നെടുക്കുന്നോ? നിങ്ങൾ ഞങ്ങളുടെ കുഴിമാടം കുളം തോണ്ടുന്നോ? നിങ്ങൾ ഓർക്കുക, നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. കാട്ടുവല്ലി കിഴങ്ങുമാന്തി ചുട്ടു തന്നില്ലേ? ഞങ്ങൾ കാട്ടുചോല തെളിനീര് പകർന്നു തന്നില്ലേ? പൂത്ത മാമരച്ചോട്ടിൽ നിങ്ങൾ കാറ്റുകൊണ്ട് മയങ്ങിയപ്പോൾ കണ്ണ് ചിമ്മാതെ അവിടെ ഞങ്ങൾ കാവൽ നിന്നില്ലേ? കാട്ടുപോത്ത്, കരടി, കടുവ നേർക്കു വന്നപ്പോൾ കൂർത്ത കല്ലുകളോങ്ങി നിങ്ങളെ കാത്തുകൊണ്ടില്ലേ? പുലിയുടെ കൂർത്ത പല്ലിൽ ഞങ്ങൾ അന്ന് കോർത്തു പോയില്ലേ? വീണ്ടും പല്ലടർത്തി വില്ലുമായി കുതിച്ചു വന്നില്ലേ? അങ്ങനൊരു കീഴാള പോരാളിയുണ്ട്. പുലിയുടെ കൂർത്ത പല്ലിൽ കോർത്തു പോയിട്ടും കോർത്ത് കിടക്കുന്നിടത്ത് നിന്ന് പല്ലടർത്തി വില്ലുമായി കുതിച്ചു വന്ന ഒരു നാട്ടുപോരാളി കേരളീയ മനസ്സിലുണ്ട്. എല്ലു പൊക്കിയ ഗോപുരങ്ങൾ കണക്ക് ഞങ്ങൾ ഉയർന്നിടും, കല്ലുപാകിയ കോട്ടകൊത്തളങ്ങൾ ഞങ്ങൾ തകർത്തിടും, കുപ്പമാടക്കുഴിയിൽ നിന്നും സർപ്പവ്യൂഹമൊരുക്കി നിങ്ങളുടെ നേർക്ക് പത്തിയെടുത്തിരച്ചു വരും. അടിമ ഞങ്ങൾ, ഇഴയുമെന്നാൽ പുഴുവുമല്ല. ആ അടിമ സമൂഹം ഇപ്പോഴും കേരളത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലുണ്ട്. അവരെ പൊതുസമൂഹം കാണുന്നില്ല എന്നേ ഉള്ളൂ. നമ്മൾ അതിദാരിദ്ര്യമുക്തമായ പ്രദേശമാക്കിയാലും കേവല ദാരിദ്ര്യം ഭക്ഷണത്തിൻ്റെ ദാരിദ്ര്യം മാത്രമല്ല, സംസ്കൃതിയുടെ ദാരിദ്ര്യം. ഞാൻ ആരാണെന്ന ചോദ്യം ഓരോ കീഴാളനും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നും എളുപ്പമല്ല ജാതീയമായി പിന്നോക്കം നിർത്തപ്പെട്ട ഒരാൾക്ക് പൊതുമണ്ഡലത്തിലേക്ക് കയറി വരാൻ. അതുകൊണ്ടാണ് പലപ്പോഴും ഇത് മറ്റു ചില രാഷ്ട്രീയമൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ രാഷ്ട്രീയമായിട്ട് കൂടി ബന്ധിപ്പിച്ചാലേ നമുക്കിതിനെ കാണാൻ പറ്റുള്ളൂ. ചലച്ചിത്രഗാനങ്ങൾക്കൊരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു. ആ രാഷ്ട്രീയം ഉള്ളതുകൊണ്ടാണ് അരാഷ്ട്രീയവാദികൾ പോലും, ഇപ്പോൾ ശ്രീകുമാരൻ തമ്പി ഒന്നും ഒരു രാഷ്ട്രീയ ബോധം കൃത്യമായി പറഞ്ഞ ഒരാളല്ല, പക്ഷേ പല പാട്ടുകളിലും അതിശക്തമായ രാഷ്ട്രീയം പറഞ്ഞിട്ട്, കാലം മാറി വരും, കാറ്റിൻ ഗതി മാറും, കരപറ്റി കടലാകും, കടൽ പിന്നെ കരയാകും, കഥ ഇത് തുടർന്ന് വരുന്നുള്ള പാട്ടിൻ്റെ അടുത്ത ഭാഗം, അഭയാർത്ഥി സംഘങ്ങൾ അജയ്യരായി വരും,
അരമനക്കോട്ടകൾ തകരും, അടിമതൻ കണ്ണിൽ നിന്ന് ഉയരുന്ന ഗദ്ഗതം അഗ്നിനക്ഷത്രമായി പടരുന്നൊക്കെ ഒരു സിനിമ പാട്ടിൽ തമ്പിസാറിനെ പോലെ വേണ്ടത്ര രാഷ്ട്രീയ ബോധമില്ലാത്ത ഒരാൾ എഴുതുന്നത് ആ രാഷ്ട്രീയ മണ്ഡലം പൊതുബോധമാക്കി മാറ്റാൻ അക്കാലത്തെ സാംസ്കാരിക ഇടപെടലായിട്ട് ചലച്ചിത്ര ഗാനങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റി. അതിൽ സമഗ്രതയുണ്ടായിരുന്നു. പ്രകൃതിയെ നിർവചിച്ചു, നേരത്തെ പറഞ്ഞ പ്രണയത്തെ പുതിയ കാലത്തിനനുസരിച്ച് നിർവചിച്ചു, സമരം തന്നു, ഐക്യം തന്നു, കൂട്ടിച്ചേർത്തു. നാനാ മേഖലയിൽ കിടന്നിരുന്ന, മൂന്നായി കിടന്നിരുന്ന കേരളത്തെ ഒന്നാക്കിയപ്പോൾ ഈ മൂന്നായി പിരിഞ്ഞു കിടന്നിരുന്ന കേരളത്തിൻ്റെ എല്ലാത്തിനെയും ഒന്നാക്കുന്നൊരു പണി ചലച്ചിത്ര ഗാനങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 56 നമ്മൾ ഒന്നായിട്ടുള്ളൂ. മൂന്നും കൂട്ടി മുറുക്കിയപ്പോൾ തലസ്ഥാനം ചുവന്നതിൽ സത്യത്തിൽ ഈ കലാകാരന്മാർക്ക് വലിയ പങ്കുണ്ട്. അത് രാഷ്ട്രീയക്കാരെക്കാളും മിനിമം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അത്രയേറെ പ്രവർത്തനങ്ങൾ ആ കാലത്ത് നടന്നു. ഒന്നും നേടിയിട്ടല്ല അവരൊന്നും മരിച്ചത്. നമ്മളതിൽ ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വയലാർ വളരെ ദരിദ്രനായിട്ടാണ് മരിക്കുന്നത്. പി ഭാസ്കരനും സാമ്പത്തികമായിട്ടൊന്നും നേടിയിട്ടില്ല. ONV സാർ അവസാന കാലത്തൊന്നും ഈ ശമ്പള പെൻഷൻ അല്ലാതെ വേറെ ഒന്നുമില്ല. ഇപ്പോഴും പല എഴുത്തുകാർക്കില്ല. തോപ്പിൽ ബാസി കാല് മുറിക്കപ്പെട്ട കാലത്ത് ഞാൻ കണ്ടപ്പോൾ 100 ചില്ലുവാനും തിരക്കഥ എഴുതിയ ഒരാളാണ്. തോപ്പിൽ ബാസി ദരിദ്രനായിരുന്നു. ജോർജിനെ ഞാൻ അവസാനം കാണുമ്പോൾ തൊണ്ടയ്ക്ക് അസുഖം ബാധിച്ച് ചികിത്സ കഴിഞ്ഞ് ഓൾഡ് ഈസ് ഗോൾഡ് എന്നൊരു പരിപാടിയായിട്ട് വന്ന സമയത്ത് ഞങ്ങൾ ഗുരുവായൂരിൽ സ്വീകരണം കൊടുത്തപ്പോൾ ജോർജേട്ടൻ പാടുന്നില്ല, തൊണ്ട വേദനിച്ച് പാടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ ആദരിച്ചപ്പോൾ ഈ ആളുകൾ അദ്ദേഹത്തോട് പറയുന്നു, ഒരു പാട്ട് പാടണം ജോർജേട്ടാ, മാരിവില്ല് പാടണം ജോർജേട്ടാ എന്ന് പറഞ്ഞപ്പോഴാണ് ഈ കലാകാരൻ്റെ കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. തൊണ്ട വേദനിച്ച് അദ്ദേഹം പാടിയ ആ രംഗം ഞാനിപ്പോഴും ഓർക്കും. കണ്ണുനീരോടുകൂടി ഓർക്കുന്ന ഒരു രംഗം അത്. കടലിൽ നിന്നൊരു കുമ്പിൾ വെള്ളവുമായി കരിമുകിൽ മാനത്തു വന്നു, കടലിൽ നിന്നൊരു കുമ്പിൾ വെള്ളവുമായി. ആ പാട്ടിൻ്റെ അവസാനം മാരിവില്ലിൻ തേന്മലരെ മാഞ്ഞു പോകുകയോ. അവിടെ ഒരു മാരിവില്ലിൻ്റെ സങ്കല്പം 7 വർണ്ണങ്ങൾ ഉണ്ടാകുമ്പോഴും വെബ്ജിയോർ 7 ചേർന്നാൽ ഒന്നാണെന്നുള്ളൊരു ഇൻ്റഗ്രേഷൻ്റെ സങ്കല്പമുണ്ട്. അല്ല, ഇത് വേറെയാണ് നിൽക്കുന്നത്. 7 നിറങ്ങൾ വേറെയാണെങ്കിലും 7 ചേർന്നാൽ ബിബ്ജിയോർ ശുഭ്രവെണ്മയുടെ ഉണ്മയാണെന്നറിയുന്ന ഒരു വലിയ സാമൂഹ്യ നൈതിക ജാഗ്രതയുടെ വാക്കുകളായിട്ടാണ് അന്ന് കവിതയിൽ ആരെഴുതിയാലും അവർക്ക് അങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു കാലാവസ്ഥ ഉണ്ടാക്കി. അത് ബോധപൂർവം തന്നെ ഉണ്ടാക്കിയതാണ്. ആ കാലാവസ്ഥ നമുക്കിന്ന് അഴിഞ്ഞഴിഞ്ഞ് പോവുകയാണ്. അതുകൊണ്ട് ശശിമാഷ് പറഞ്ഞതുപോലെ നമുക്ക് അത് തിരിച്ചു പിടിക്കാൻ ഇതിൻ്റെ ഊർജ്ജത്തെ ഉപയോഗിക്കാം, മറ്റൊരു രീതിയിൽ മാറ്റിയെടുക്കാൻ. അത് രാഷ്ട്രീയ പ്രവർത്തനമായതുകൊണ്ടാണ് ഞാൻ രാഷ്ട്രീയം പറയാതെയാണ് ഈ കാര്യം പറഞ്ഞത്. പക്ഷേ രാഷ്ട്രീയം പറഞ്ഞാലേ അത് വിശദമാവുള്ളൂ. അതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്. അത് മനുഷ്യനെ മനുഷ്യനായി കാണുന്നൊരു ഉദാത്തമായ രാഷ്ട്രീയമാണ്. ആധുനിക കേരളം ഉണ്ടായത് ആ മാനവികതയിലാണ്. ആ മാനവികതയുടെ വിതയാണ് വാസ്തവത്തിൽ എല്ലാവരും പാടത്ത് സ്വർണം വിതച്ചു, ഏനൻ്റെ പാടത്ത് സ്വപ്നം വിതച്ചു, സ്വർണം വിളഞ്ഞതും 100 മേനി, സ്വപ്നം വിളഞ്ഞ 100 മേനിയാണ്. നമ്മൾ അതിൻ്റെ പലിശ കൊണ്ടാണ് ഇപ്പോൾ മലയാളി ജീവിക്കുന്നത്. ഒരു 10-15 കൊല്ലം ഇങ്ങനെ പോയാൽ ഇങ്ങനെ പ്രസംഗം നടത്താൻ ഞാനും ഉണ്ടാവില്ല, കേൾക്കാൻ ഒരു മനുഷ്യനും ഉണ്ടാവില്ലാത്തൊരവസ്ഥയിലേക്ക് പോകും. പക്ഷേ ഞാനൊരു ചികിത്സ ശുഭപ്രതീക്ഷയുള്ള ഒരാളായതുകൊണ്ട്, ഇൻക്യൂറബിൾ ഓപ്റ്റിമിസം ഉള്ള ഒരാളായതുകൊണ്ട് ഇത് വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. അപ്പോൾ ഒരു പക്ഷേ ഈ മൂല്യസമ്പത്തിൻ്റെ പലിശ കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ, പുതിയൊരു കാലത്തെ സൃഷ്ടിക്കാൻ കലകൾ തന്നെ മുന്നിലുണ്ടാകും. കലാകാരൻ മറ്റ് രാഷ്ട്രീയക്കാരേക്കാൾ വിശ്വാസ്യനാകുന്ന ഒരു കാലം വരും. ഇപ്പോൾ തന്നെ വരുന്നുണ്ട് അല്ലേ? ഒരു രാഷ്ട്രീയ നേതാവിനേക്കാൾ സാധാരണ ജനങ്ങൾ ഒരു എഴുത്തുകാരനെ, കലാകാരനെ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ അവരതനുസരിച്ച് ഉയരുന്നില്ല എന്നൊരു പരിമിതിയുണ്ട്. പണ്ട് ആശാനെ പോലെ സാംസ്കാരിക നേതൃത്വം ഏറ്റെടുക്കാൻ ഇന്നത്തെ ഒരു കവിക്കോ കലാകാരനോ സാധിക്കുന്നില്ല. അപ്പം അന്തിവെണ്ണിൽ അമ്പിളിക്കല എന്നതൊരു നിർമ്മിത സൃഷ്ടിയാണ്. അതാണ് ഒരു കുഴപ്പം. അതൊരു ഉദ്ദേശത്തിന് വേണ്ടി ഉണ്ടാക്കിയ സൃഷ്ടിയാണ്. അങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് അത്. ഞാനൊരു രാഷ്ട്രീയമുള്ള ആളാണ്, പക്ഷെ അങ്ങനെ ഏതെങ്കിലും കക്ഷിക്ക് അധികാരത്തിന് വേണ്ടി നിർമ്മിച്ചു കൊടുക്കേണ്ടതല്ല കല. അങ്ങനെ നിർമ്മിച്ചിട്ടല്ല അധികാരം ഉണ്ടായത്. കലാകാരന്മാർ ഉണ്ടാക്കിയതിൻ്റെ ചെലവിലാണ് അധികാരം കിട്ടിയത് എന്ന് അധികാരത്തിലിരിക്കുന്ന ആളുകളും ഓർക്കുന്നത് നല്ലതാണ്. അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കാത്ത ഈ സെഷൻ്റെ അക്കാദമിക തുടർച്ചകൾ ഇനിയും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി അറിയിക്കുന്നതിനായിട്ട് അശോക് ഡിക്രൂസ് മാഷെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അവസാനിപ്പിക്കാൻ താല്പര്യമില്ല, എന്നാലും നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കാം. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് കേട്ട, അനുഭവിച്ച ഒരു സെഷനായിരുന്നു. ഈ സെഷനെ എങ്ങനെ ഏറ്റവും ചുരുക്കി നന്ദി പറയാമെന്ന് കരുതിയിരുന്നപ്പോഴാണ് എനിക്കൊരു വാക്ക് കിട്ടിയത്. അത്
മൂവാറ്റുപുഴ ആറ് എന്നാണ്. മൂവാറ്റുപുഴ ആറ്, അതായത് ഈ ഞങ്ങൾ തെക്കുള്ളവരൊക്കെ ആറെന്നും വടക്കുള്ളവരൊക്കെ ജലാശയങ്ങളെ പുഴയെന്നും ഒക്കെയാണ് പറയുന്നത് കൂടുതലും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. സംസ്കാര പൈതൃകത്തിൻ്റെ വേദിയായതുകൊണ്ടാണ് ഇങ്ങനൊരു ആലോചന പങ്കുവയ്ക്കുന്നത്. അങ്ങോട്ടൊക്കെ ആറാണ്, മീനച്ചിലാറ്, കല്ലടയാറ്, അങ്ങനെ ഇങ്ങോട്ട് പുഴകളും. പക്ഷേ ഈ മൂവാറ്റുപുഴ മാത്രം, ശശിമാഷൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും തോന്നുന്നു, മൂവാറ്റുപുഴ മാത്രം 3 പുഴയാകുന്നു, അത് പിന്നെ ആറാകുന്നു. സാംസ്കാരികമായി എന്താണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ 3 ആറുകൾ ചേർന്ന് പുഴയായി അതിനെ മൂവാറ്റുപുഴ ആറെന്ന് വിളിക്കുന്ന ആൾക്കാർ, ശശിമാഷ് ഉൾപ്പെടെയുള്ള ആൾക്കാർ മൂവാറ്റുപുഴക്കാരാണ്. അപ്പോൾ എനിക്ക് ഞാൻ അനുഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, മാഷിവിടെ പറഞ്ഞത് ഈ പാട്ട് വർത്തമാനമായിരുന്നെങ്കിലും പാട്ടിൻ്റെ ഗാനങ്ങളുടെയൊക്കെ വ്യത്യസ്ത ധാരകളെ ഇങ്ങനെ കൊണ്ടുവന്ന് അതിനെ ഒരു പുഴയാക്കി മാറ്റി വീണ്ടും അതിനെ ഒരു ആറായിട്ട് തന്നെ പ്രക്ഷേപണം ചെയ്യുന്ന തരത്തിലേക്ക് ഒരു വ്യത്യസ്ത നറേഷനായിരുന്നു എന്നുള്ളതാണ് ഞാൻ അനുഭവിച്ചത്. എനിക്ക് തോന്നുന്നു ഇവിടെ കേട്ടിരുന്ന എല്ലാവരും ഏതാണ്ട് അതേ മട്ടിലായിരിക്കുമെന്ന് തോന്നുന്നു. മാത്രമല്ല, ഓരോ പാട്ടുകളുടെയും ആഖ്യാനങ്ങളുടെ സൗന്ദര്യവും ഭാവുകത്വവും മാത്രമല്ല, അതിൻ്റെ സ്വാധീനവും നവോത്ഥാന കാലത്ത് അത് ഏത് തരത്തിലുള്ള ഇമ്പാക്റ്റാണ്, സ്വാധീനമാണ് ചെലുത്തിയത് എന്നതുൾപ്പെടെ മനുഷ്യനെ മനുഷ്യനായി കാണാൻ വേണ്ടി ഈ പാട്ടുകൾ എന്തൊക്കെ തരത്തിലുള്ള സംഭാവനകളാണ് നൽകിയത് എന്ന മട്ടിലുള്ള സൂക്ഷ്മമായ ചില നോട്ടങ്ങളും ഇടപെടലുകളും ഒക്കെ മാഷ് സാധ്യമാക്കി. വാസ്തവത്തിൽ ഇനി ഇതിൻ്റെ ഉത്തരവാദിത്തം മുഴുവൻ എനിക്ക് തോന്നുന്നു സംസ്കാര പൈതൃക പഠന വകുപ്പിനാണെന്ന് തോന്നുന്നു. അവർ വയലാറിനെ കുറിച്ചൊരു സപ്താഹം പ്ലാൻ ചെയ്തിരിക്കുന്നു എന്നത് വളരെ ആശാവഹമായ കാര്യമാണ്. എത്രയും വേഗം അത് സംഭവിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ തീർച്ചയായിട്ടും മാഷ് പങ്കെടുക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയും ഒരു ആഗ്രഹമുണ്ട്. അത് മിക്കവാറും അവർ സാധ്യമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇന്നത്തെ ഈ ദിവസത്തെ, അതുപോലെ തന്നെ ഞങ്ങളുടെ മലയാള സർവകലാശാലയുടെ വാരാഘോഷത്തെ, ഭാഷാ വാരാചരണത്തെ, മലയാള സർവകലാശാലയുടെ പിറന്നാളിനോടനുബന്ധിച്ച് നടക്കുന്ന ഈ ആഘോഷ പരിപാടിയിലെ ഈ ദിവസത്തെ വളരെ ഗംഭീരമായി അടയാളപ്പെടുത്തുകയും അനുഭവവേദ്യമാക്കുകയും ചെയ്ത പ്രിയപ്പെട്ട ആലങ്കോട് ലീലാകൃഷ്ണൻ മാഷിന് സർവകലാശാലയുടെ പേരിലും സംസ്കാര പൈതൃക വകുപ്പിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലുമുള്ള ഇവിടെ കേട്ടിരുന്ന എല്ലാവരുടെ പേരിലുമുള്ള ഹൃദ്യമായ നന്ദി പ്രകാശിപ്പിക്കുന്നു. താങ്ക് യു.